അത് 128 സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ്. ആ സങ്കീർത്തനം ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കാം. യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന ഇവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലത്തൊക്കെയും നീ യെരൂശലേമിൽ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ശരിക്കും ഈ സങ്കീർത്തനം എത്ര പ്രാവശ്യം നമ്മൾ കല്യാണത്തിന് കേട്ടുകൊണ്ട് കല്യാണത്തിന്റെ അനുഗ്രഹ സങ്കീർത്തനമായിട്ടാണ് നമ്മളിത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ psalm of blessing, but at the same time the problem most of the time നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലെസ്സിങ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും വേദോസം വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതേ നമ്മൾ വായിക്കത്തുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ളത് പോലെയുമേ വായിക്കത്തുള്ളൂ. കർത്താവ് ഒരു ന്യായശാസ്ത്രിയുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തിരുവെഴുത്തിൽ എങ്ങനെ പറയുന്നു, എന്ത് പറയുന്നു, അതിന് കൂടെ ചേർന്നൊരു ചോദ്യം കൂടെ പറയുന്നുണ്ട്. നീ എങ്ങനെ വായിക്കുന്നു? ഇപ്പൊ തിരുവെഴുത്തിൽ എന്ത് പറയുന്നു കൂടെ ചോദിക്കുക, എന്ത് നീ എങ്ങനെ വായിക്കുന്നു? അതിന്റെ അർത്ഥം എന്തോ? എഴുതിയിരിക്കുന്നത് പോലെ അല്ല മിക്കവരും ഇത് വായിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ എന്തോന്ന്? സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്ത്? എഴുതിയിരിക്കുന്നത് പോലെ അല്ല മിക്കവരും വേദപുസ്തകം വായിക്കുന്നത്. അതൊരു വലിയ പ്രോബ്ലമാണ്. എനിക്കിഷ്ടമുള്ളത് പോലെയാണ് ഞാൻ വേദപുസ്തകം വായിക്കുന്നത്, എനിക്കിഷ്ടമുള്ളതുപോലെ. ആ വായിക്കുന്നതിന്റെ എംഫസിസ് മാറിയാൽ മതി എല്ലാം മാറാനായിട്ട്. ആ വായിക്കുന്നതിന്റെ ഒരു എംഫസിസ്, അത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ. ഇപ്പൊ നമ്മൾ പറയാണെന്ന് പറഞ്ഞു, ഞാൻ കള്ളൻ, നീ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലവരും പറഞ്ഞു കാണും, പക്ഷെ നീ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് അർത്ഥം. എന്നാൽ അതേസമയം ആ വാക്ക് തന്നെ നീ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥം വേറെയായി, അല്ലേ? നീ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നതും നീ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ഒരുപോലാണെങ്കിലും വായിക്കുന്നത് പല രീതിയിലാണ്. വേദോസം വായിക്കുമ്പോഴും ഇതുപോലുള്ള പ്രശ്നമുണ്ട്, അതിൽ കൂടുതലുമുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുക പോലും വേണ്ട. ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇഷ്ടമുള്ള പോലെ വായിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇപ്പം കൂടുതൽ കാണുന്നത്. ഹൗ ഡു യു റീഡ് ഇറ്റ്, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഇവിടെ ഇതൊരു ബ്ലെസ്സിംഗ് സാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ. പക്ഷെ അവിടെ അല്ലല്ല വാക്യം തുടങ്ങുന്നതാണോ? അത് വായിക്കത്തില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അവിടെ തൊട്ടാണ് ഇത് തുടങ്ങേണ്ടത്. എവിടുന്ന് തുടങ്ങണമെന്ന് ആദ്യം മനസ്സിലാക്കണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഏവനും. ഭാഗ്യം എന്ന് പറയുന്നത് ഭാര്യ മുന്തിരി വള്ളി ആകുന്നത് മാത്രമൊന്നുമല്ല. അവിടെ അല്ല ഭാഗ്യം തുടങ്ങുന്നത്. ഭാഗ്യം തുടങ്ങുന്നത് അവന്റെ എന്താണ്? അവന്റെ ആറ്റിറ്റ്യൂഡ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒന്ന് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുക. രണ്ട് കാര്യം എന്ന് പറയുമ്പോൾ അതിലൊന്നും കൊണ്ട് അവസാനിക്കാനും പറ്റില്ല. യഹോവയെ ഭയപ്പെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗാഡ്? ദൈവത്തോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അത് നമ്മുടെ പ്രവൃത്തിയുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അടുത്തത് കാണുന്നത് അവന്റെ വഴികളിൽ നടക്കുക. അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്റെ വഴി അല്ലെങ്കിൽ the way that I live, എന്റെ അനുദിനമായ പ്രവൃത്തി പോലും അല്ലത്. പ്രവൃത്തിക്കും എന്റെ പ്രവൃത്തികൾ മാത്രമല്ല, എന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ ജീവിത ശൈലി. ഒരു മനുഷ്യന്റെ വഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജീവിത ശൈലി, അവിടെ അവൻ യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ എന്റെ ജീവിത ശൈലി തന്നെ എങ്ങനെയാണ്? വല്ലപ്പോഴും ഒക്കെ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ള അവസ്ഥയിലല്ല, അവന്റെ വഴിയിൽ നിന്ന് മാറാതെ
നേരെ നടക്കുന്ന മനുഷ്യനാണ് ഭാഗ്യം. അല്ലാത്ത ഒരാൾ താഴത്തെ വാക്യം വായിച്ചുകൊണ്ട് അർത്ഥമൊന്നുമില്ല. വാഗ്ദത്തം ഉണ്ട് ബ്രദറെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തോന്ന് വാഗ്ദത്തം? ഏത് വാഗ്ദത്തത്തിനും മുമ്പ് ഒരു ഉത്തരവാദിത്വം. ഇന്ന് കേട്ട് കേട്ട് മടുത്തു കാര്യം വാഗ്ദത്തം. പക്ഷെ വാഗ്ദത്തം ഉത്തരവാദിത്തമില്ലായ്മയല്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ ആറ്റിറ്റ്യൂഡും അവന്റെ ആക്ഷനുമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകണം. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ്? ഹൗ ഡു ഐ സീ ഗോഡ്? എന്റെ ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നത് എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്, അറിവാണ്. ദൈവത്തെ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ എന്തോന്ന് ആറ്റിറ്റ്യൂഡ്? ഒരാളെ ഇവിടെ പറഞ്ഞ് യഹോവയെ ഭയപ്പെടും. ഒരാളെ നമ്മളെങ്ങനെ ഭയപ്പെടുന്നത്? വഴി പോകുന്നതിനാലും നമുക്ക് ഭയമൊന്നുമില്ലല്ലോ. എപ്പോഴാണ് ഒരാളെ നമ്മൾ ഭയപ്പെടുന്നത്? ആ വ്യക്തിയെ മനസ്സിലാക്കുമ്പോഴാണ് ഭയപ്പെടുന്നത്. അല്ലെങ്കിൽ ഭയപ്പെടത്തില്ല. ഭയപ്പെടും. വഴിയിലൊരു ബൊമ്മ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുമോ? ഇല്ല. ആ വ്യക്തിയുടെ ആ പ്രത്യേകതകളെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വേറെ കാര്യമുണ്ട്. ഇപ്പൊ എത്രയോ ക്രൂരന്മാരായ ആളുകൾ ലോകത്തിൽ എല്ലാം ഉണ്ട്. അവരെല്ലാം നമുക്ക് പേടിയുണ്ടോ? ഇല്ല. കാര്യം അവര് നമ്മളുമായിട്ട് ബന്ധമൊന്നും ഇല്ല. അവര് നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല. അപ്പോൾ ഈ വ്യക്തിയും ഞാനുമായിട്ടൊരു ഇടപാടുണ്ട്. ആ വ്യക്തി എന്നോട് എങ്ങനെ ഇടപെടുന്നു, എന്താണ് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുള്ള വിഷയമാണ്. അല്ലെങ്കിൽ ആ വ്യക്തി എന്നിൽ എന്ത് ചെയ്യാൻ പോകുന്നു, എനിക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാര്യത്തിൽ തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ റെവലേഷൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വെളിപ്പാണ്, കൃത്യതയുള്ള വെളിപ്പാണ്. ദൈവത്തെ കുറിച്ച് മനുഷ്യൻ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവന് നൽകുന്നില്ല. കാര്യം മാറി നിന്ന് കാണാൻ പറ്റുന്ന ഒരാളല്ല ദൈവം. നമ്മൾ സൂര്യനെ കാണുന്നത് എങ്ങനെയാണ്? ടോർച്ച് അടിച്ച് നോക്കി ആരെങ്കിലും സൂര്യനെ കാണുന്നുണ്ടോ? പിള്ളേർ വല്ലതും കാണുന്നുണ്ടോ? ടോർച്ച് അടിച്ച് നോക്കിയാണ് നമ്മൾ സൂര്യനെ കാണുന്നത്? അല്ല. സൂര്യനെ കാണണമെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിലേ കാണാൻ കഴിയും. അല്ലാതെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ രാത്രി സൂര്യനെ കാണാത്ത കാര്യം സൂര്യന്റെ പ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്നില്ല. പ്രകാശം 8.5 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മുടെ കണ്ണുകളിൽ വന്നു കഴിയുമ്പോഴാണ്. അതുകൊണ്ട് സൂര്യൻ ഇന്ന് എപ്പോ കെട്ടുപോയാലും 8.5 മിനിറ്റോടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. പറഞ്ഞ മനസ്സിലായി? എന്നതുപോലെ സൂര്യനെ കാണണമെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിലെ കാണാൻ കഴിയൂ എങ്കിൽ ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തിന്റെ പ്രകാശത്തിലെ ദൈവത്തെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തെ ഒരു മനുഷ്യന് വെളിപ്പാടിലൂടെ അല്ലാതെ അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. അവിടെയാണ് വെളിപ്പാട് ആവശ്യമായിരിക്കുന്നത്. പക്ഷെ ആ റെവലേഷൻ, ആബ്സല്യൂട്ട് റെവലേഷൻ, ഒരു പാർഷ്യൽ റെവലേഷൻ പോരാ. അവൻ ആരാണെന്നുള്ള യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ഭയം ഉണ്ടാകുന്നു. ഭയം എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭീതി എന്ന വാക്കല്ല. ദൈവം ആരെയും ഭീതിപ്പെടുത്തുന്ന ദൈവമല്ല. ഭയം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആ റെവറൻസ് ആണ്. ഭയം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ആരാണ് ദൈവം എന്നുള്ള തിരിച്ചറിവ്, ആ റെവലേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്നതായ റെവറൻസ്, ഒരു എക്സ്പീരിയൻസ്. ഞാൻ ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഐ അണ്ടർസ്റ്റാൻഡ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഈ വർഷിപ്പ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വർഷിപ്പ് ഉണ്ടാകുന്നില്ല, അല്ലാതെ പാട്ടുണ്ടാകും. ഇന്നിപ്പോ കേൾക്കുന്നതൊക്കെ പാട്ടാണ്, അല്ലാതെ വേർഷിപ്പ് അല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആരാണെന്ന് അറിയുകയും ഞാൻ ആരാണെന്ന് അറിയുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ അങ്കലാപവാസവത്തിൽ ആരാധന എന്ന് പറയുന്നത്. രണ്ടും അറിയണം. ദൈവം എത്ര വലിയവനാണെന്നും ഞാൻ എത്ര നികൃഷ്ടനാണെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്നുള്ള തിരിച്ചറിവിൽ അവന്റെ മുമ്പിൽ വീണ് പോകുന്ന ശരിക്കും വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാട്ട് അടിച്ചുകൊട്ടി പാടുന്നൊന്നുമല്ല വർഷിപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു തെറ്റിദ്ധാരണയാണ്. എന്താണ് വർഷിപ്പ്? എല്ലാം ഉണ്ടാക്കിയവനും എല്ലാം നിർമ്മിച്ചവനും എല്ലാം ചെയ്യുന്നവനും ആയ ദൈവം, അവന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ വാക്കിന്റെ അർത്ഥം താഴെ വീഴുക. നമ്മൾ ദണ്ഡ നമസ്കാരം എന്നൊക്കെ പറയുമല്ലോ. അതായത്
ഫ്ലാറ്റായിട്ട് താഴെ കിടക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ വർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നദിയിൽ ഒഴുകിപ്പോകുന്നതിനെ വേണമെങ്കിൽ ആ വാക്കുകൊണ്ട് ഉപയോഗിക്കാം. പക്ഷെ വി ആർ ഫോളിങ് ഡൗൺ. അവർ കിടന്നോണ്ടേ ആരാധിക്കാവുന്നല്ല ഇതിന്റെ അർത്ഥം. എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിവില്ല, യോഗ്യതയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആരാധന ഉണ്ടാകും. നമുക്കങ്ങനൊന്നും ഇല്ല എന്ന്. നമുക്കെന്തോന്ന്, നമ്മൾ അടിച്ചു പൊളിച്ച് പാടാനല്ല വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഭീതിയോ ദൈവസന്നിധിയിലുള്ള ഒന്നുമില്ലല്ലോ. ഇവിടെ കൈകൊട്ടി പാടി ബഹളം ഉണ്ടാക്കി ആരാധിക്കുന്നതിൽ അഹങ്കരിക്കുന്ന പാർട്ടികളാണ് നമ്മൾ. എന്നിട്ട് രണ്ടുപേരെ പറയുകയും ചെയ്യും, ഞാനിപ്പോ ആരാധിക്കുന്ന കൂട്ടത്തിൽ അവിടെ പറയുന്നത്. ആരാധന തന്നെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ബലഹീനത തിരിച്ചറിയാനും അല്ലെങ്കിൽ നിങ്ങളെ ഹംബിൾ ആക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ആരാധന. അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ആർക്കാ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത്? അബ്രഹാം എന്റെ അടുത്ത് ദൈവം വന്ന് അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാം പുറകെ ചെന്നിട്ട് ചോദിച്ചു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവിടെ നീ അവർ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കാതെ രക്ഷപ്പെടുത്തുകയല്ലേ? ഓക്കെ, 50 റൈച്ചസ് പീപ്പിൾ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. അബ്രഹാം ചിന്തിച്ചത് ഏതാണെങ്കിലും ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മോശക്കാരനാണെങ്കിലും വലഞ്ഞു പോയ നീതിമാനായ ലോത്തെന്ന. ഇത്രയും നാളായല്ല, അവൻ ചിലപ്പോൾ 50 പേരെയെങ്കിലും നീതിയിലേക്ക് നടത്തി കാണുമെന്ന് ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ ഈ 50 പേരുടെ കാര്യം ഞാനൊക്കെ പറയുകയാണ്, ഇത് ദിവസം എഴുതിട്ടില്ല. ഒരു 50 പേരെയെങ്കിലും ഇതിനിടയ്ക്ക് അവൻ നീതിയിലേക്ക് നയിച്ച് കാണും. അപ്പൊ കർത്താവ് പറഞ്ഞ 50 പേരുണ്ടെങ്കിൽ ഞാനതിനെ നശിപ്പിക്കത്തില്ല. അപ്പോഴേ അവൻ ഓർത്ത്, എന്നാലും ലോത്തല്ലേ പാർട്ടി, 5 കുറഞ്ഞു പോയാലോ. അതുകൊണ്ട് അവൻ രണ്ടാമതൊരിക്കലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ചെല്ലുമ്പോൾ പറയുന്ന വാക്ക് ജനസിസ് ചാപ്റ്റർ 18 എഴുതിയിരിക്കുന്നത്, Who am I to stand before you? I'm just dust and ash. പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ ധൈര്യപ്പെട്ടല്ലോ. ഞാൻ ആരാ? എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ആരാ പറയുന്നത്? എന്റെ സ്നേഹിതൻ എന്ന് ദൈവം വിളിച്ച അബ്രഹാം. അരമണിക്കൂർ മുമ്പ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. ആ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയാതെ മുട്ടുവിറക്കി അവൻ പറയാ, Who am I to stand before you? I'm just dust and ash. ഞാൻ പൊടിയും വെണ്ണീറുമാണ്, എനിക്ക് എങ്ങനെ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും? നമ്മുടെയൊക്കെ ദൈവസന്നിധിയിൽ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത് ഏതാണ്ട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമാണെന്നുള്ള നിലയിലാണ്. എന്നിട്ട് പറയാൻ ഞാൻ ആരാധിക്കുകയാണ്. അതല്ല ആരാധന. ആരാധന തകർച്ചയാണ്, ബ്രോക്കൺനെസ് ആണ് ആരാധന. എന്നെ കുറിച്ച് തന്നെയുള്ള എന്താണ്? When I feel that I'm nobody, when I feel that I have no right to stand before God, and that is worship. It's brokenness. തകർച്ച ഇന്നില്ലാത്ത ഒരു വലിയ കാര്യമാണ്. ഇന്ന് പെന്റിക്കോസ്റ്റൽ വർഷിപ്പില് ഇല്ലാത്ത ഒരു കാര്യമാണ് തകർച്ച എന്ന് പറയുന്നത്. തകർച്ച, അഹങ്കാരം മൂത്ത ഒരു സമൂഹമായിട്ട് ഇന്നത്തെ ഈ തലമുറ, ഈ പെന്തിക്കോ സമൂഹം അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. ഇവിടെ യഹോവയെ ഭയപ്പെട്ട് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് ഇപ്പൊ യേശുവിനെ കുറിച്ച് പോലും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാർഷ്യൽ റെവലേഷൻ കൊണ്ട് ഒരിക്കലും ഒരു ഭയം ഒരാൾക്ക് ഭയം ഉണ്ടാകത്തില്ല. പാർഷ്യൽ റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അന്ധന്മാർ ആനയെ കാണാൻ പോയ കാര്യം നമുക്കറിയാമല്ലോ. ഒരുത്തൻ വാലെ പിടിച്ചിട്ട് പറഞ്ഞു ആന ചൂല് പോലാന്ന് പറഞ്ഞു, ഒരുത്തൻ കാലെ പിടിച്ചിട്ട് പറഞ്ഞു ആന തൂണ് പോലാന്ന് പറഞ്ഞു. അന്ധന്മാര്. ഒരുത്തൻ വയറെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ആന പാറ പോലെയാന്ന് പറഞ്ഞു. ഒരുത്തൻ കൊമ്പെ പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല ആന വാള പോലാന്ന് പറഞ്ഞു. ഒരുത്തൻ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു ആന മുറം പോലാന്ന് പറഞ്ഞു. അത്രയുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും തോന്നത്തില്ല. പക്ഷെ ആനയെ കാണണമെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ കാണണം. ആ കംപ്ലീറ്റ് റെവലേഷൻ ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗകനും ഒരു പ്രസംഗത്തിനും ഒരു ക്രൂസൈഡിലും യേശുവിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ദർശനം നൽകുന്നില്ല. ചർച്ചസിൽ അത് കേൾക്കുന്നില്ല. ഇവിടെ കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരു പ്രവാചകനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വിഷൻ നൽകുന്നില്ല. തരുന്നത് നിങ്ങൾക്ക് ഒരു ഭീതിയും തോന്നാത്ത നിലയിൽ
നിങ്ങളുടെ കളിപ്പാവയായ ഒരു വ്യക്തിയായിട്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു കളിപ്പാവ പോലെ, ഒരു സാന്റാക്ലോസ് പോലെ നിങ്ങൾക്ക് കുറച്ച് സമ്മാനം തരാൻ കയറി വന്നിരിക്കുന്ന ഒരു കോമാളിയാണ് യേശുവെന്നാണ് ഇന്നത്തെ ക്രൂസൈഡ് പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. No one preaches about the cross of Christ. No one says that he is eternal God. No one says that he died for you. No one says that he is coming back again. No one says that he is Lord. No one says that he is the coming judge. വരാൻ പോകുന്ന ന്യായാധിപതിയാണെന്ന് യേശുവിനെ പരിചയപ്പെടുത്തുന്ന വ്യക്തികളില്ല. പിന്നെ എങ്ങനെ മനുഷ്യന് പേടിയുണ്ടാകുന്നത്? ഭയം എന്ന് പറയുമ്പോൾ ഭീതി മാത്രമല്ല എന്ന് ഞാൻ പറയാം. ജനസിസ് ചാപ്റ്റർ 22 22 അധ്യായത്തിൽ വാക്യങ്ങൾ അതൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇതിന് അത്യാവശ്യമായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ, ഇവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. 22 അധ്യായത്തിൽ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി. അവിടെ നമ്മൾ യാഗം കഴിച്ചു എന്നല്ല കാണുന്നത്, കഴിച്ചില്ലെന്നാണ്. പക്ഷേ എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു. കാരണം യാഗം നടന്നു, അവന്റെ ഹൃദയത്തിൽ യാഗം നടന്നു. അവിടെ കർത്താവ് പറയുന്ന വാക്കുണ്ട്, നീ നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കായിക കൊണ്ട് നീ യഹോവയെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഞാനത് വായിച്ചപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തായിരുന്നു അബ്രഹാമിന്റെ ഭയം? ദൈവം എന്റെ മോനെ ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ എന്നെ കൊന്നാലോ എന്നുള്ള പേടിയാണെന്ന് ചിന്തിക്കരുത്. അബ്രഹാം 100 വട്ടം അതിന് തയ്യാറായനെ. 125 വയസ്സുള്ള അബ്രഹാം സ്വന്തം മകൻ 25 വയസ്സെന്ന് വെച്ചോ, ഞാൻ ഒരു ഇതായിട്ട് പറയാണ്, കറക്റ്റ് ആയിട്ടുള്ള ഇതല്ല. 25 years ഉള്ള അല്ലെങ്കിൽ 20 വയസ്സോ 25 വയസ്സോ ഉള്ള ഇസഹാക്കിനെ ദൈവം സ്പെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അബ്രഹാം തീർച്ചയായിട്ടും പറഞ്ഞേനെ, എന്ത്? കർത്താവേ, എന്നെ എടുത്തോ, എന്റെ കുഞ്ഞിനെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമായിരുന്നില്ലേ? ഏതപ്പനാണെങ്കിലും പറഞ്ഞു പോകും, ഇല്ലേ? അപ്പൊ അബ്രഹാമിന്റെ പേടി ഇസഹാക്കിനെ കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ കൊല്ലുമെന്നുള്ളതല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു അബ്രഹാമിന്റെ പേടി? അബ്രഹാമിന്റെ പേടി മറ്റൊന്നുമല്ല, അവൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവന് കഴിയാത്തത് കൊണ്ടാണ് അവൻ പറഞ്ഞത്, ഐ ഫിയർ യു, ഐ ഫിയർ ഐ വിൽ ലൂസ് മൈ ലവ് ടുവേർഡ്സ് യു. നിന്നോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു തകർച്ച ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അബ്രഹാമിനോട് ദൈവം പറയുക, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ സ്നേഹത്തിന്റെ പട്ടികയിൽ ഒന്നാമത് ഞാൻ തന്നെയാ, നിന്റെ മകനല്ല. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകനെ അല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അതാണ് ഭയം. ഭയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറി, ദൈവം മാറത്തില്ല, ഞാൻ മാറിപ്പോകുമെന്നുള്ള പേടിയാ അവിടെ. ഞാൻ മാറിപ്പോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? പോള ചോദിക്കുന്ന ചോദ്യം അതാണ്. ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപെടുത്തുന്നത് ആര്? Let anything come. അത് കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ഉപദ്രവമാകട്ടെ, മാളാകട്ടെ, നഗ്നതയാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, യാതൊന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ വേർപെടുത്തുവാൻ കഴിയില്ല. അതാണ് സഭയിൽ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യം. അല്ലാതെ നീ ഇവിടെ വാ, നിനക്ക് വിസ ശരിയാകും, നീ ഇവിടെ വാ, നിന്റെ ജോലി ശരിയാകും, നീ ഇവിടെ വാ, നിനക്ക് നാട്ടിൽ വലിയ വീട് പണിയാൻ പറ്റും, നീ ഇവിടെ വാ, നിനക്ക് കാറ് വാങ്ങിക്കാമെന്ന് പറയുന്ന സഭയല്ല. യേശുവിന്റെ സ്നേഹത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിൽ പരാജയപ്പെടുന്ന സഭയല്ല. അതൊരു റിലീജിയനാണ്, അതൊരു മതമാണ്. കാര്യം അതിനുവേണ്ടിയാണ് എല്ലാവരും അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ പോകുന്നതിന് പകരം മാറി ഇങ്ങോട്ട് സഭാ ഹാളിലോട്ട് വന്ന ഉടനെ നിങ്ങളെല്ലാം മാറിയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഹൗ മച്ച് യു ലവ് യുവർ ഗാഡ്, ദാറ്റ് ഈസ് ദ റിയൽ ക്വസ്റ്റ്യൻ. അതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. യഹോവയെ ഭയപ്പെടുക മാത്രമല്ല, ഭയപ്പെടുന്നവൻ അവന്റെ വഴിയിൽ നടക്കുകയും ചെയ്യും. It speaks about our way and our action. നമ്മളുടെ വഴി, നമ്മുടെ ജീവിത ശൈലി. ഇന്ന് എന്തോന്ന് ജീവിത ശൈലിയാ പെന്തക്കോസ്തുകാരൻ്റെത്? ആരാ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത്? ഇത് ദൈവത്തിന്റെ വഴിയാണോ എന്ന് ആരാ ചോദിച്ചിട്ടുള്ളത്? ഞാൻ പലയിടത്തും പ്രസംഗിച്ച കൊടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാരൻ പിന്തുടരുന്നത് യാക്കോബിന്റെ മതമാണ്.
ബഥേലിൽ വെച്ച് യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തന്ന് എന്നെ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. അതാ ഇന്ന് പെന്തിക്കോസുകാരൻ പറയുന്നത്. അല്ലാതെ എന്തോന്ന് പറയുന്നു? ഞാൻ പോകുന്ന ഈ വഴി, അതായത് വഴി എന്റെയാ, നീ എന്റെ പുറകെ നടന്നോളും. ഞാൻ പോകുന്ന ഈ വഴി, അല്ലാതെ എന്തോന്നാ നിങ്ങളെയൊക്കെ പ്രാർത്ഥന? കർത്താവേ എനിക്ക്, നിങ്ങൾ കർത്താവിനോട് വല്ല വഴി ചോദിച്ചോ? നിങ്ങൾ പോകുന്ന വഴിയിൽ കർത്താവ് പുറകെ നിന്ന് അനുഗ്രഹം തന്നോന്നല്ല ഈ പ്രാർത്ഥിക്കുന്നത്. അല്ല എന്തോന്നായി പ്രാർത്ഥിക്കുന്നത്? ഞാൻ അത്ര കേൾക്കുന്നുള്ളൂ. ഞാൻ 40 വർഷമായിട്ട് പെന്തിക്കോസിലാണ്. ഞാൻ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്ന ഇതാ, കർത്താവേ ഞാൻ യാത്രയാവുകയാണല്ലോ, ആ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കണം. നീ പോകാൻ നേരത്തെ ചോദിച്ചോ ഈ വഴിയെ പോണോ വേണ്ടെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ, ചോദിച്ചില്ലല്ലോ. പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിയെ കർത്താവ് പുറകെ നടന്നോണം. ആദ്യം കർത്താവിനോട് ചോദിക്കും, ഞാൻ പോണോ വേണ്ടായോ? ആദ്യം കർത്താവിനോട് ചോദിക്കും, ഇത് ചെയ്യണോ വേണ്ടായോ എന്ന്. ആദ്യം കർത്താവിനോട് ചോദിക്കും, ഇതാണോ എനിക്കുള്ള ജോലി എന്ന്, ഇതാണോ എന്റെ ബിസിനസ് എന്ന്. ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാ കളത്രവും കാണിച്ചിട്ട് ഒടുവിൽ പിന്നെ കർത്താവെ എന്റെ ബിസിനസ്സിനെ നീ അനുഗ്രഹിച്ച് എന്നെ വഴി നടത്തി തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? കർത്താവ് പറഞ്ഞാണോ നീ ബിസിനസ് തുടങ്ങി? കർത്താവ് പറഞ്ഞ വഴിയിലൂടെ കർത്താവ് പറഞ്ഞ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും. അല്ലാതെ നീ ബിസിനസ് തുടങ്ങി വെച്ച് കർത്താവെ അനുഗ്രഹിക്കണമേ, എന്റെ ബിസിനസ്സിനെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് കർത്താവിന്റെ, അതാണ് യാക്കോബിന്റെ മതം. യാക്കോബ് എന്താ പറഞ്ഞത്? ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോട് കൂടെ ഇരിക്കും. അല്ലാതെ നിന്റെ വഴിയിൽ ഞാൻ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എൻ്റെ കൂടെ ഇരുന്നോണം. പിന്നെ എനിക്ക് എല്ലാം തന്നോണം. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, എനിക്ക് വസ്ത്രം തരണം, എന്നെ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവരണം. അപ്പൊ ഒരു 19 വയസ്സാകും. പിന്നെ ദൈവമേ എന്നുള്ള ചിന്തയിൽ തന്നെ അന്നേരം പിന്നെ നീ എന്റെ ദൈവമായി. 80 വയസ്സാകും. പിന്നെ ഞാൻ ഒരു പരിപാടിക്കും പോകത്തില്ല. പിന്നെ ആകെപ്പാടെ ദൈവമേ ദൈവമേ എന്ന് എനിക്ക് 80 വയസ്സാകും. അതുവരെ സ്വന്തം വഴിയിൽ നടന്നിട്ട് 80 വയസ്സാകുമ്പോൾ ദൈവത്തെ വിളിക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ആരെ കളിപ്പിക്കാനാ നിങ്ങൾ നോക്കുന്നത്? മനുഷ്യനെ കളിപ്പിക്കാം. രാത്രി പോയി കിടക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് ചോദിക്കുക, ഞാൻ പോകുന്ന വഴി നിന്റെ വഴിയാണോ അതോ ഞാൻ എന്റെ വഴിയെ പോവുകയാണോ? അതാണ് കൃത്യമായി ആവശ്യമായിരിക്കുന്നത്. ചൂസ് ഹിസ് വേ, അവന്റെ വഴി. അവന്റെ വഴിയായിരിക്കണം നമ്മൾ കുടുംബത്തിലും നോക്കുന്നത്. അതാണ് താഴെ പറയുന്നത്. അങ്ങനെ കുടുംബമായി ദൈവത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായി ഈ അനുഗ്രഹങ്ങളുടെ സങ്കീർത്തനം. അല്ലാതെ തോന്നുന്നത് പോലെ ജീവിച്ചേച്ച് ഒടുവിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അത് ലാബാനും പറയും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ. അതാരും സംസാരിക്കുന്ന ഇങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള കളിയൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരർത്ഥം ഉണ്ടാകുന്നില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങൾ കർത്താവിന്റെ വഴിയിലാണോ നടക്കുന്നത്, സ്വന്തം വഴിയിലാണോ നടക്കുന്നത്? അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം, അധ്വാനിക്കാൻ വേണം. ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്വാനിക്കണ്ടെന്നല്ല. എന്ത് വേണം? അധ്വാനിക്കണം. അധ്വാനിക്കണമെന്ന് തന്നെയല്ല, ആ അധ്വാനിക്കുന്ന ഇവിടെ ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് കൺസെപ്റ്റിലാണ് ഇത് പറയുന്നത്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നീ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ ഫലം ഉണ്ടാകും. അത് അധ്വാന ഫലം നിനക്ക് നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഓക്കെ, ഗോഡ്സ് പ്രോമിസ്. ഓഫ് കോഴ്സ് ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ വായിക്കുന്ന കൂട്ടത്തിൽ അല്ലെ പാടുന്ന കൂട്ടത്തിൽ നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുമെന്നൊന്നും വായിക്കില്ല. ഇപ്പൊ വന്നു വന്ന് അങ്ങനെ നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുവന്നു. അങ്ങനെ അല്ല വേദോസത്തിലെ വാക്യം. ഞാൻ വെറുതെ നമ്മൾ തമാശ പറയുമൊന്നുമല്ല. ഇന്ന് നമ്മുടെ ചിന്ത, ഞാൻ അധ്വാനിച്ചു, ഞാൻ തിന്നും. That is not biblical. That is not Christian. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പെന്തക്കോസ്തുകാരൻ ചൊല്ലാത്തത് അവന്റെ ഒക്കെ ഭാഗ്യം. ചൊല്ലുമായിരുന്നെങ്കിൽ എന്താ പറയുന്നത്? ഞങ്ങൾക്ക്
ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. എനിക്ക് ആവശ്യമുള്ള ആഹാരമല്ല, ഞങ്ങൾക്ക്. ഒരുവൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ അവനൊരു സ്വകാര്യ ജീവിതമില്ല. ഒരുവൻ ക്രിസ്ത്യാനിയായാൽ അവൻ പിന്നെ അവന് വേണ്ടി ജീവിക്കത്തില്ല. ഒരുവൻ ക്രിസ്ത്യാനിയായാൽ പിന്നെ അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സ്വാർത്ഥമായ ജീവിതം ജീവിച്ചിട്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു ബ്രദറെ, കർത്താവ് എനിക്ക് തന്നു ബ്രദറെ. എന്തിനാ തന്നത്? കൊടുക്കാനാ തന്നത്. എല്ലാവർക്കും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ, അല്ലാതെ വാരിക്കെട്ടി വീട്ടി വെക്കാനല്ല. ഒരുത്തന്റെ സ്പിരിച്വാലിറ്റി അറിയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? അവൻ എത്ര കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞാൽ. എത്ര കൊടുക്കുന്നു, എത്ര 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 കൊടുക്കുന്നു. ഞാൻ ചിലപ്പോൾ തമാശ ഉള്ള കാര്യം, നമ്മൾ തമാശയായിട്ട് തോന്നുന്നുള്ളതേ ഉള്ളൂ. ഈ ദൈവം ഒരിക്കലും നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാണ്, ശരിക്കും പറഞ്ഞാൽ ദൈവം നിങ്ങൾ എത്ര കൊടുക്കുന്നതേ അല്ല നോക്കുന്നത്, നിങ്ങൾ എത്ര എടുക്കുന്നതാണ് നോക്കുന്നത്. ഈ ഭണ്ഡാരത്തിൽ കൊണ്ട് പൈസ ഇടാൻ വേണ്ടി ഓരോരുത്തർ വന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഒരുത്തൻ വന്ന് 50 റിയാൽ ഇട്ടു എന്ന് വെച്ചു. 50 റിയാൽ നോക്കട്ടെ, ഇവിടെ ഞെട്ടു. അപ്പൊ എന്തോ 50 റിയാലോ? അതിൽ കുറച്ചൊക്കെ എന്തോ സ്വതന്ത്ര ചെയ്താണ്. നിങ്ങൾ എനിക്ക് തന്നെയൊന്നും വേണ്ട എന്ന് പറയുന്നതല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. നിങ്ങൾ അന്നേരം ഉടനെ തന്നെ 50 റിയാൽ എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു എത്ര? 16. ലുലുവിൽ പോയി സാധനം വാങ്ങിക്കും. ലുലുവിലായിരിക്കും നിങ്ങൾ പോകുന്നത് എനിക്കറിയില്ല. കാരിഫോണിലോ ലുലുവിലോ മെഗാമാർട്ടിലോ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഉള്ളിക്ക് നേരത്തെ 2 രൂപയായിരുന്നു, ഇപ്പം 3 രൂപയായി. അന്നേരം 2-3 ആകത്തുള്ളൂ, ഇൻറ്റു 16 കൂട്ടത്തില്ല. മുടി വെട്ടിക്കുമ്പോൾ നേരത്തെ 15 ആയിരുന്നു, ഇപ്പൊ 20 രൂപ മാറി ചാർജ് ചെയ്യുന്നത്. എന്തോ പറയാനാന്ന് പറ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് അരിക്ക് വില ചോദിച്ചപ്പം 6 രൂപ, ഇപ്പൊ 8 രൂപ. അന്നേരം എല്ലാം 6, 8, 2, 3 എന്നൊക്കെ പറയും. സ്വത്രാഴ്ച ഇടുമ്പോ 10 ഇൻറ്റു 16. അന്നേരം മാത്രം എന്തോ ഗുണനപ്പട്ടിയൊക്കെ പറയുന്നതിന് എനിക്കറിയാൻ വേണ്ടിയില്ല. അന്നേരം മാത്രം ഈ ഗുണനപ്പട്ടിയൊക്കെ വരുന്നത്. ബാക്കിയുള്ള സമയത്തൊന്നും ഗുണനപ്പട്ടി ചെയ്തല്ലോ. നിങ്ങൾ എങ്ങനെ ആത്മീകരാകുന്നത്? How can you call yourself spiritual? That is carnal. It's carnal. ഒരു മിഷണറി ഒരിക്കൽ ഇന്ത്യയിലെ ഒരു അമ്പലത്തിന് മുമ്പിൽ നിന്നൊരു സ്ത്രീ ഭയങ്കര ഒരു അമ്പലം പണിതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചു, ഇത് വലിയൊരു അമ്പലമാണല്ലോ, ഇതിന് എത്ര രൂപ ആയി കാണും? അവർ പറഞ്ഞു, മിഷണറി, when we give to our God, we doesn't count it. ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പം ഇതൊന്ന് കണക്ക് നോക്കാം. ഇവിടെ ദൈവത്തിന് കൊടുക്കുമ്പോഴായാലും നോക്കുന്നത്. പിന്നെ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ആരും കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ സുവിശേഷ നടക്കത്തില്ലെന്ന് പറഞ്ഞു ആരും കൊടുക്കണ്ട. നിങ്ങളെ ആരില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണ. നിങ്ങൾ കാശ് കൊടുത്ത് ദൈവത്തെ സഹായിക്കാന്ന് പറയും. ആ ആറ്റിറ്റ്യൂഡൊക്കെ കള. എനിക്ക് കൊണ്ട് ഒറീസായി 2 വേലക്കാരെന്ന് നേരിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും 10, 500, 1000 അയച്ചു കൊടുത്തേച്ച് അതിന്റെ പേര് 2 വേലക്കാരനെ വീട്ടുവേലക്കാരൻ എന്തോന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ ആരും ഒന്നും കൊടുക്കണ്ട. ഭണ്ഡാരത്തിൽ 50 റിയാൽ കിട്ടുവാൻ ദൈവം നോക്കിയപ്പോൾ അവന്റെ വീട്ടില് 500 ഇരിപ്പുണ്ട്, പക്ഷെ അവൻ 50 ഇട്ടുള്ളൂ. അപ്പൊ കർത്താവ് ഇവിടെ ഇട്ടതല്ല നോക്കിയത്, എത്ര ഇരിക്കുന്നെന്നുള്ളതാണ് നോക്കിയത്. ഒരുത്തം കൊണ്ട് 100 ഇട്ടപ്പോൾ ദൈവം നോക്കിയപ്പോൾ അവന്റെ 10,000 ഇരിപ്പുണ്ട്, പക്ഷെ അവൻ എത്ര ഇട്ടുള്ളൂ? 100 ഇട്ടുള്ളൂ. വേറൊരുത്തൻ 1000 കിട്ടുമെന്ന് വെച്ചു. അവൻ കർത്താവ് നോക്കിയപ്പോൾ 50,000 ഉള്ളവനാണ്, എത്ര ഇട്ടിട്ടുള്ളൂ? 1000 ഇട്ടിട്ടുള്ളൂ. അപ്പൊ കർത്താവ് എത്ര ഇട്ടെന്നല്ല നോക്കിയത്, എന്താ നോക്കിയത്? ഞങ്ങളുടെ പിള്ളേരോട് പറഞ്ഞപ്പോൾ അവരോട് എത്ര കൊടുത്തെന്നല്ല, എത്ര അമക്കിന്നാ നോക്കുന്നത്. God doesn't look how much you give. God always look how much you take. ഏറ്റവും ഒരു സ്ത്രീ വന്ന് 2
ഇട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് നോക്കി എത്ര ഉണ്ട് അവിടെ വീട്ടിൽ ബാക്കി, ഒന്നുമില്ല. ഞാൻ പറയുന്ന കാര്യം 40-39 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വേദോസത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് നോക്കുന്നത് എത്ര ഇട്ടു എന്നല്ല, എത്ര ബാക്കി വെച്ചിരിക്കുന്നു. യാക്കോബ് പറയുക, നീ ഇതെല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് ദശാംശം തന്നേക്കാം. ഞാനിപ്പം റജി എന്നോടൊരു 10,000 രൂപ ചോദിച്ചു, 10,000 റിയാൽ ചോദിച്ചു, ഇങ്ങോട്ട് തരാമോ, 10,000 റിയാൽ എനിക്ക് തരാമോ? ഞാൻ ചോദിച്ചു, എന്തിനാ 10,000 റിയാൽ ഞാൻ വെറുതെ തരുന്നേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചു 10,000 റിയാൽ ഞാൻ എന്തിനാണ് ഞാൻ ഇത്രയും 10,000 രൂപ വെറുതെ തരുന്നേ? വെറുതെ ഒന്നും തരണ്ട, അതിനകത്തുനിന്ന് 1000 ഞാൻ എന്നെ വളക്കി തന്നേക്കാവുന്നേ. ചുമ്മാ വെറുതെയാണോ? ഇത്രയുള്ള ദശാംശം എന്ന് പറയുന്നത്. ദൈവം തന്നതിനകത്തുനിന്ന് 1/10 അങ്ങോട്ട് കൊടുത്തു വെച്ച് നമ്മൾ പറയാം ഞാൻ ദശാംശം കൊടുക്കുന്നുള്ളത്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ ആരാ? അവിടെ തന്നെയാണ് ഇവിടെ റെവറൻസ് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അല്പമെങ്കിലും ദൈവ സാന്നിധ്യത്തെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ ബോധ്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ദശാംശം കൊടുക്കുന്നതിന്റെ പേരിൽ വർത്തമാനം പറയും. He doesn't know who God is. He doesn't have a revelation about God. That's the thing. That's all. ഞാനെപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതി നടക്കും. when we give something, കൊടുക്കുന്ന ആളുടെ കൈ മുകളിലും വാങ്ങിക്കുന്നവരുടെ കൈ താഴെയും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കാണിക്കും. പക്ഷെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം വാങ്ങിക്കത്തില്ല. ഇങ്ങനെ ദോത്രാഴ്ച ഇട്ടാൽ ചിലപ്പോൾ ഇവിടെ IPC ചർച്ച എടുക്കുമായിരിക്കും, പക്ഷെ ദൈവം എടുക്കത്തില്ല. നിങ്ങൾ ഇടുന്നതിന്റെ ഇതല്ല ഞാൻ പറഞ്ഞത്, മൈൻഡാണ് ഞാൻ പറഞ്ഞത്. When we give to God, you are taking all you have and you are giving it to the Lord. And if God, ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ മുകളിൽ നിന്ന് എടുക്കും. നിനക്കുള്ളതെല്ലാം കൂടെ മുകളിലോട്ട് വെച്ച് നീട്ടുമ്പോൾ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നെങ്കിൽ അവന്റെ സ്നേഹം കാണിക്കാൻ അവൻ ഒരു എന്തെങ്കിലും എടുത്തെന്നിരിക്കും. അപ്പൊ എടുക്കുന്നവന്റെ കൈ മുകളിലാണ്. ക്രിസ്തീയമായ കൊടുപ്പ് എപ്പോഴും അങ്ങനെയാണ്. കൊടുക്കുന്നവന്റെ കൈ താഴെയും എടുക്കുന്നവന്റെ കൈ മുകളിലുമാണ് വേദോസ പ്രകാരമുള്ള കൊടുപ്പ്. അല്ലാതെ കൊടുക്കുന്നവന്റെ കൈ ലോകക്കാരൻ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. കൊടുക്കുന്നവന്റെ കൈ മുകളിലും ലഭിക്കുന്നവന്റെ കൈ താഴെയും. പക്ഷെ ബിബ്ലിക്കൽ ഗിവിംഗ് അതല്ല. മാസിഡോണിയൻ ചർച്ചസ് പോളിനോട് പറയുന്നത് ഞങ്ങളോട് വാങ്ങിക്കാൻ ദയ തോന്നണമെന്ന് അവരപേക്ഷിച്ചെന്നാണ് പോൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കൊരിന്ത്യർക്ക് വായിച്ചു, അപേക്ഷിച്ചെന്ന്, പ്ലീസ് ഞങ്ങളുടേതും കൂടെ സ്വീകരിക്കണേ. അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താലേ ദൈവം സ്വീകരിക്കത്തുള്ളൂ, അല്ലെ ആരും സ്വീകരിക്കത്തില്ല. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള റെവറൻസ് ഇല്ലാതെ ആളുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഈസ് ഗോഡ്, ഹി ഈസ് അവർ സേവിയർ ആൻഡ് ഹി ഈസ് ടോട്ടലി ലവ്. ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നു, അവനെ നമ്മൾ അറിയുന്നു. ആൻഡ് ഹി ഈസ് ലോർഡ് ഇൻ ദിസ് ലൈഫ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അവൻ നമ്മുടെ കർത്താവാണ്. അതാണ് പറഞ്ഞത് അവന്റെ വഴി നടക്കണമെന്ന് പറയാൻ കാര്യം. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ കുറിച്ച് പ്രസംഗിക്കാത്ത സഭ തകർന്നു പോകും, ഒരു സംശയമില്ല. ഒരൊറ്റ സുവിശേഷകരും വേദപുസ്തകത്തിലെ ഒരു സുവിശേഷകരും യേശുവിനെ ഒരു അനുഗ്രഹദാതാവായി പ്രസംഗിച്ചിട്ടില്ല. എല്ലാ അപ്പോസ്തലന്മാരും യേശുവിനെ പ്രസംഗിച്ചത് കർത്താവായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കർത്താവായിട്ടാണ് എല്ലാ അപ്പോസ്തലന്മാരും യേശുവിനെ പരിചയപ്പെടുത്തിയത്. അത് എന്ന് സഭ മാറ്റി പ്രതിഷ്ഠിച്ചു, അന്ന് തൊട്ടാണ് സഭ തകരാൻ തുടങ്ങിയത്. കർത്തൃത്വത്തിന് പകരം അനുഗ്രഹദാതാവായി യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ മുതലാണ് സഭ നശിക്കാൻ കാര്യം. ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കർത്താവായിരിക്കും. ആ ഭവനമാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ.
അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവന്റെ ഭാര്യ അവന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. അതങ്ങനെ പറ്റുള്ളൂ. അവിടെ കർത്തൃത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ യേശുവിനാണ്. എന്റെ ഭവനത്തിൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. ഇവിടെ ശരിക്കും ഈ വേദഭാഗം വളരെ കറക്റ്റാണ്. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ യഹോവയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. അടുത്ത 4 പേരാണ്: യഹോവ, ഞാൻ അല്ലെങ്കിൽ ഭർത്താവ്, എന്റെ ഭാര്യ, മക്കൾ. എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഞങ്ങൾ 3 പേരുടെയും, എന്റെയും എന്റെ ഭാര്യയുടെയും മക്കളുടെയും കർത്തൃത്വം ആരുടെയിലാണ്? കർത്താവിന്റെ. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണോ? കർത്തൃത്വം നടത്താൻ അവന്റെ വഴി എന്താണെന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാമോ? മക്കൾക്കറിയാമോ? അറിയണമെങ്കിൽ ഒരുമിച്ചിരുന്ന് ദൈവത്തോടൊന്ന് ചോദിക്കണമല്ലോ. ഒരുമിച്ചിരിക്കുന്നുണ്ടോ? അതെങ്ങനെ? I'm just asking my friends, how can you know the will of God? If you want to do the will of God, you need to know the will of God. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞെങ്കിൽ എല്ലാം ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ അറിയുന്നത്? അവനോട് സംസാരിച്ച് എന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന്, എന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ എന്നോട് വർത്തമാനം പറയണം. അല്ലാതെ അറിയാൻ പറ്റുമോ? എത്ര പേര് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട് കുടുംബമായിട്ട്? That's my question. കുടുംബമായിട്ട് എത്ര പേര് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലെ സംസാര വിഷയം എന്താണ്? What do you speak in your church, in your house? നിങ്ങൾ മക്കളും അപ്പനും അമ്മയും കൂടെ ചേരുമ്പോൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ചേരുന്നത് തന്നെ ഇല്ല. അതതിനകത്തെ പ്രശ്നം. അങ്ങനെ പിള്ളേർക്ക് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അമ്മ പോകുന്നു. ഞാൻ ഒരു സാഹചര്യങ്ങളെ ഒന്നും കുറ്റം പറയൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം: എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ നരകത്തിലോട് തള്ളിവിടാനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? That's my question. നിങ്ങൾ പറയും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് നരകത്തിലാക്കണം. I'm not joking. നിങ്ങൾ ഇതിനെ ദയവ് ചെയ്തൊരു ജോക്കായിട്ട് ചിന്തിക്കരുത്. I'm talking a very serious matter. Do you think that your children, if they go in this way, ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയിൽ മുന്നോട്ട് പോയാൽ, ഇപ്പൊ അവര് കൊച്ചു പിള്ളേരായിരിക്കും, അങ്ങനെ മുന്നോട്ട് പോയാൽ അവര് സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനായി കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റും? യോഹന്നാന്റെ 3-ാമത്തെ അധ്യായം എല്ലാവരും വായിക്കുന്ന 2-ാമത്തെ വാക്യമാണ്: പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ, എത്ര പ്രസംഗം നിങ്ങൾ അതിനെ കുറിച്ച് കേട്ടു. പക്ഷെ അടുത്ത വാക്യം എന്നറിയാമോ? There is no greater joy to see that our children are walking in truth. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം. അതാണ് ആ വാക്യം. അതുകൊണ്ട് നീ എങ്ങനെ വായിക്കുന്നുള്ള ചോദ്യം. ആ പുസ്തകം എഴുതി തന്നെ ഇത് പറയാൻ വേണ്ടിയാണ്. ഗായോസിന് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ജോൺ 3 നമ്മൾ എഴുതുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. കൊച്ചിയിലുള്ള ഒരു പയ്യൻ, അവനവിടെ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരു പയ്യൻ, അവിടെ IT കമ്പനി വർക്ക് ചെയ്യുകയായിരുന്നു. അവന് ഇവിടെ ദോഹയുടെ നല്ല ഒരു ജോലി കിട്ടി. അപ്പൊ കൊച്ചിയിലെ പാസ്റ്ററാണ് യോഹന്നാൻ അപ്പച്ചൻ വിളിക്കുക.
അപ്പോൾ ഗായോസ് അവിടെ വളരെ ആത്മീയമായ കാര്യങ്ങൾ, അവൻ IT കമ്പനി ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ആളുകളെ വിളിച്ചുകൊണ്ട് കർത്താവിനെ അവിടെ പറയുകയും അവരെ വിളിച്ചുകൊണ്ട് വരികയും മീറ്റിങ്ങിന് കൊണ്ടുവരികയും എല്ലാ രീതിയിലും ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം അവൻ ആത്മീയ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഖത്തറിലേക്ക് അവനൊരു ജോലി കിട്ടി നോക്കിയത്. അവനൊരു കമ്പനിയുടെ IT കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് താമസിക്കാൻ ഇവിടുന്ന് കമ്പനി ഒരു സെപ്പറേറ്റ് വില്ലായും ഒരു ലാൻഡ് ക്രൂസർ, ഞാൻ ചെറിയ എന്ന് പറയും, ഒരു ലാൻഡ് ക്രൂസറും ഒക്കെ അവന് കൊടുത്തു എന്ന് വെക്കുക. അപ്പൊ ആരാണ്ടൊക്കെ വന്നിട്ട് പറഞ്ഞു, അവനിപ്പം വലിയ വില്ലായും ലാൻഡ് ക്രൂസറും എല്ലാമായിട്ട്. എന്റെ അറിവില്ലായ്മ കൊണ്ടും പരിമിതി കൊണ്ടുമാണ് ലാൻഡ് ക്രൂസർ ചെയ്യാൻ പറഞ്ഞത്, വേറെ കാറിന്റെ പേരറിയാൻ കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞതാണ്. അല്ലാതെ അതിന്റെ കൂടിയ കാറിന്റെ പേരറിയാൻ കഴിഞ്ഞിട്ടല്ല. ഒക്കെ ആയിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞപ്പോ തൊട്ട് അപ്പച്ചന് ഭയങ്കര സങ്കടം. എന്റെ ദൈവമേ, ഇവിടെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ചെറുക്കൻ അവിടെ ചെന്ന് ആകെ നഷ്ടപ്പെട്ടു പോയോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ് കുട്ടി ഉപദേശി അവിടുന്ന് ഒരു വിസിറ്റിങ്ങിന് ഖത്തറിൽ വന്നിട്ട് തിരിച്ച് ചെന്ന് യോഹന്നാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ വില്ല കിട്ടിയത് കൊണ്ട് ഒത്തിരി ഗുണമാണ്. അവൻ അവിടെയും ഇതേപോലെ തന്നെ സൂക്ഷിച്ചു. അവൻ ഈ ക്യാമ്പിൽ നിന്നുള്ള പിള്ളേരെയൊക്കെ അവന്റെ വണ്ടിയെ വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ഒത്തിരി പേര് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് അപ്പച്ച. അപ്പൊ അപ്പച്ചൻ എഴുതുകയാണ്, മോനെ, നീ വലിയ ലാൻഡ് ക്രൂസർ വാങ്ങിച്ചെന്നും നിനക്ക് വില്ല കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അല്ല, നീ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിനക്കിതൊന്നും കിട്ടരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കിട്ടിയപ്പോ നിന്റെ ആ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള പേടിച്ചിരിക്കായിരുന്നു. ഏതാണെങ്കിലും ജോർജ് കുട്ടി സഹോദരൻ വന്ന് പറഞ്ഞു, നീ സത്യത്തിൽ നടക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. എന്റെ കുഞ്ഞെ, ലാൻഡ് ക്രൂസറൊക്കെ നല്ലതാടാ, പക്ഷെ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു പറയുന്നതിന് സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ഈ വേദഭാഗമാണ് ഈ ഇവന്മാരെല്ലാം കൂടെ ടെലിവിഷനിൽ കയറി നശിപ്പിച്ച് നാരായണക്കെട്ട് വെച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്ന നിങ്ങളെ വേണം പറയാൻ. വേദപുസ്തകത്തിന്റെ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ ആത്മാവ് എന്താണ്, സ്പിരിറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. വേദപുസ്തകത്തിലെ കാര്യങ്ങൾ അവർക്ക് ഇവിടെ ഈ ആവർത്തന പുസ്തകത്തിൽ കർത്താവ് ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മളവിടെ 6-ാമത്തെ വാക്യത്തിൽ തൊട്ട് വായിക്കണം, മൊത്തമായിട്ട് വായിക്കണം. വേദോസം വായിക്കത്തില്ല. ഇന്നത്തെ തലമുറയിൽ വലിയൊരു പ്രശ്നമാണ്, വേദോസം വായിക്കത്തില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. നിങ്ങൾ വേദോസം വായിക്കാതെ I don't think if you have no passion towards the word of God, you do not love God. If you do not love God, how can you go to heaven? ഇനി കർത്താവിനെ സ്നേഹിക്കാത്തവൻ അബദ്ധവശാലെന്നാണ് സ്വർഗത്തിലെന്നാണ് കേറി ചെന്നാൽ അവൻ എന്തൊരു ബോറടി ആയിരിക്കുള്ളൂ. അത് തന്നെ ഒന്ന് ആലോചിച്ചു. You love the word of God. 40 വർഷം മുമ്പ് ഞാൻ കർത്താവിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേയില് ഞാൻ ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് യോഗത്തിന് പോയതാണ്. ഫസ്റ്റ് ടൈം എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പാടാൻ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം. അപ്പൊ എൻ്റെ വീട് സന്ദർശിച്ച 2 പാസ്റ്റർമാരും കുവൈറ്റിലുള്ള ഷൈജൻ ജേക്കബ് തോമസ്, മറ്റേ ജേസഫ്രാന്റെ മരുമകൻ, അവർ 3 പേരാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വിശ്വാസമായിട്ട്. ഫസ്റ്റ് KS ജോസഫ്, ഫസ്റ്റ് ചെറിയാൻ പിച്ചറിയാൻ. അന്ന് അവർ യങ് പീപ്പിളാണ്, കല്യാണം പോലും കഴിച്ചിട്ട് ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അവിടെ ചോദിച്ചു, why you have this kind of joy? അപ്പൊ അവര് എന്നോട് പറഞ്ഞു, സാജു, when we came to your house, ഞങ്ങൾ സാജുവിന്റെ വീട്ടിൽ വന്നപ്പം നിങ്ങൾക്ക് ഒത്തിരി ബുക്കൊക്കെ വായിക്കുന്നുണ്ടല്ലോ, പക്ഷെ ബൈബിൾ അങ്ങനെ വായിക്കുന്നുണ്ട്. പറഞ്ഞു, not much, I don't know, നീ ഒന്ന് വായിച്ചു നോക്ക. അന്ന് രാത്രി പോയി ഇരുന്ന് വായിക്കാൻ തുടങ്ങി. 2.5 മാസം കൊണ്ട് the whole Bible, ഞാൻ വെറുതെ വായിച്ചെടുത്തൊന്നുമല്ല. I was very earnestly reading Bible, and in 2.5 months I finished reading that. Finished reading എന്ന് പറയുമ്പോഴത്തേക്കോ ഒറ്റയടിക്ക് വായിക്കുന്ന മാത്രമല്ല, I was in that. ആ സമയം അതാണ് വാസ്തവത്തിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എൻ്റെ അമ്മയും അപ്പനും ഒക്കെ കാണാതിരിക്കാൻ ഞാൻ when they are knocking the door or when they call me
നോർമലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന വേദോസം താഴോട്ട് വെച്ചിട്ട് ഒരു മാസം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പിള്ളേർ നേരെ തിരിച്ചു കാണിക്കും. കാരണം അല്ലെ അവരെ എന്തൊക്കെയാ ഈ ചെറുക്കൻ ഇവരെ ഭ്രാന്ത് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ. പിന്നെ ആ പ്രായത്തിലുള്ള ആരാ ഇങ്ങനെ വേദോസം വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, അന്ന് മുതൽ ഇന്ന് വരെ വേദോസം വായിച്ച് ഞാൻ മടുത്തിട്ടില്ല, ഞാൻ ബോറടിച്ചിട്ടില്ല. 6 hours, 8 hours, 12 hours ഈ വേദോസം ഇരുന്നാൽ എനിക്ക് ബോറടിക്കത്തില്ല. വേദോസം വായിക്കുക, പഠിക്കുക, അത് നിങ്ങളുടെ ജീവനാകണം. അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആവർത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാം വാക്യം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എപ്പോഴൊക്കെ ഉപദേശിക്കണം എന്നറിയാമോ? നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കാൻ വേണം. പിന്നെ എപ്പോഴാ വേറെ സമയം? എപ്പോഴൊക്കെയാ? നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങളുടെ പിള്ളേരെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവർ നരകത്തിൽ പോകത്തില്ല. പക്ഷെ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ അവർ നരകത്തിൽ. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും പിള്ളേരെ പഠിച്ചോളൂന്നേ. പിന്നെ പഠിക്കടാ പഠിക്കടി എന്ന് പറഞ്ഞു ഇപ്പൊ പിള്ളേർക്ക് ഇത് കേട്ടില്ലെങ്കിൽ പഠിക്കത്തില്ല. ഈ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ പണ്ട് കഴിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കഴിക്കുന്ന പട്ടിയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പിള്ളേർ പഠിക്കത്തില്ല. കാര്യം ഇപ്പൊ പിള്ളേർ പഠിക്കുന്ന അവർക്ക് വേണ്ടിയല്ല, അവർക്ക് നിങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വഴക്കുറഞ്ഞാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ബോധമുണ്ട്, അത് നിങ്ങൾ പഠിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബോധമില്ല. എന്തുകൊണ്ട്? അവർക്ക് വേണ്ടിയല്ല പഠിക്കുന്നത്, അപ്പനും അമ്മയ്ക്കും വേണ്ടി. അപ്പനും അമ്മയ്ക്കും പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട. I'm not joking, this is a problem. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല പഠിക്കണ പഠിക്കണമെന്നൊന്നും എന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്റെ പിള്ളേരെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേട്ടില്ലേ കുഴപ്പമില്ല. അത് കേൾപ്പിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കേട്ടെങ്കിലേ, ഈ ശബ്ദം വന്നെങ്കിലേ പഠിക്കത്തുള്ളൂ. നിങ്ങൾ കാണിച്ചൊരു അബദ്ധമാണ്. മൈ ഹൗസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തത് I was teaching them the word of God. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം. നിങ്ങളുടെ കുടുംബം നന്നാകണമെങ്കിൽ അതേ ഉള്ള മാർഗം. സിറ്റ് ഡൗൺ. പിള്ളേർ ഇരിക്കത്തില്ല ബ്രദറെ, പിള്ളേര് ഇരിക്കത്തില്ല. പഠിക്കാനിരിക്കുമല്ലോ. ഇരുന്നില്ല ഞാൻ തന്നെ അടി കൊടുക്കും. അതിനടിക്കും അല്ലേ? പിള്ളേർ പഠിച്ചില്ലെങ്കിൽ അടി കൊടുക്കും, പക്ഷെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അടിക്കും. പിന്നെന്തോന്നാ നിങ്ങൾ ആത്മീയത? അതാ പഠിക്കേണ്ടത്. ഒന്നാമത് നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യം, അതായത് ഇത് ആദ്യം നിന്റെ ഹൃദയത്തിലിരിക്കണം, അവിടെ തൊട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നിന്റെ മക്കൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കണം. നിന്റെ മക്കൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കണം. ഈ ബോസ് ചെയ്യുകയാണെന്ന് ചിന്തിക്കരുത് പ്ലീസ്. ചിലപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, അയാളുടെ വീട്ടിലെ കാര്യം പറയാൻ അയാൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ല, ഇത് പോസിബിൾ ആണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയും. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 13 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ദുഃഖമുണ്ട്. 13 വയസ്സ് രക്ഷിക്കപ്പെടുന്നുണ്ടല്ല, 3 വയസ്സ് രക്ഷിക്കപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഭയങ്കര ദുഃഖമുണ്ട്. 10 വയസ്സ് വെറുതെ കളഞ്ഞല്ലോ എന്നാണ് എൻ്റെ ചിന്ത. 13 വയസ്സിലെങ്കിലും രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് പിശാചിന് വിട്ടുകൊടുത്തില്ല. അതെനിക്ക് വലിയ അഭിമാനമായി ഇപ്പോഴും. അത് പറയുന്നതിനകത്ത് എനിക്ക് അഹങ്കാരം പറയുന്നൊന്നുമല്ല. When I was studying in the university, ഒരു പോസിബിലിറ്റി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. I was very particular that I will never give my young blood to Satan. I was giving it to Jesus. ഞാൻ മരിപ്പച്ച മാസി തുടങ്ങുമ്പോൾ എനിക്ക് 16 വയസ്സേ. When I started the magazine, I was only 16 years old. Day and night പണിയെടുത്താണ് ഞാൻ ആ മാസിക തുടങ്ങിയത്. When I was 18 years old, I was one of the founding members of ICPF. 18 വയസ്സേ ഉള്ളൂ. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകല കോളേജിലും ഓടി നടന്ന മീറ്റിംഗ് നടത്തിയാണ് ഞാൻ. അതിന്റെ കൂട്ടത്തിലാണ് പഠിച്ചത്. എന്നിട്ട് തോറ്റുപോയുമില്ല. അതിന്റെ കൂട്ടത്തിൽ പഠിച്ചിട്ട്
തോറ്റുപോയും ഇല്ല. അത് രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് ശരിയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു എന്നുള്ള വലിയ അഹങ്കാരം എന്ന് പറയുന്നതല്ല. പക്ഷേ ജീവിച്ച കാലത്ത് കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. ഇപ്പൊ ആരോഗ്യമൊന്നുമില്ല, കുറവാ. പക്ഷെ ഉള്ള സമയത്ത് ആരോഗ്യം നന്നായിട്ട് കർത്താവിന് വേണ്ടി തന്നെ ഉപയോഗിച്ചു എന്നുള്ള സന്തോഷം. എന്നാൽ എൻ്റെ മൂത്ത മോള് രക്ഷിക്കപ്പെടുന്നത് 3.5 വയസ്സിലാണ്. 3.5 years old. ഐ എം സോറി, ഞാൻ പറഞ്ഞത് ഇയാളുടെ വീട്ടിലെ കാര്യം പറയുന്നത് അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി എന്ന് പറയരുത്. ഇത് പോസിബിൾ ആണെന്ന് പറയാൻ വേണ്ടി. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ 3.5 വയസ്സിൽ പിള്ളേർ രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചേക്കും. 3.5 വയസ്സിൽ ക്ലാസ്സിൽ പോയി A for apple, B for boy പഠിക്കാൻ കഴിയുമെങ്കിൽ 3.5 വയസ്സിൽ കർത്താവിന്റെ കാര്യം പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകും. നിങ്ങൾ അത് പഠിക്കാൻ മാത്രമേ പിള്ളേർക്ക് ബുദ്ധിയുള്ളതാണോ? നിങ്ങളുടെ 3.5 വയസ്സിലാണ് പിള്ളേരെ സ്കൂളിൽ വിടുന്നത് അല്ലേ? 3.5 വയസ്സിൽ സ്കൂളിൽ പോയി പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 3.5 വയസ്സിൽ കർത്താവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒന്നാമത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ TV തട്ടി പൊട്ടിച്ച് കളയണം. എന്നിട്ട് പിള്ളേർക്ക് ഈ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾ പാസ്വേഡ് നിങ്ങൾ ലോക്ക് ചെയ്തോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപയോഗിച്ചു. ഗെയിംസ് എല്ലാം കൂടെ എടുത്ത് കളയാം. These are the things that you need to do. ഒരാൾ TV കണ്ട പിറ്റേ ദിവസം നരകത്തിൽ പോകുന്നുള്ളതല്ല. നരകത്തിൽ പോകുന്നതല്ല ഇവിടുത്തെ വിഷയം. ചോദിക്കല്ലോ, TV കണ്ട നരകത്തിൽ പോകും ഇവിടെ, അതല്ല ഇങ്ങനത്തെ വിഷയം. ഞാനൊരു ബേസിക്കലി ആം എ ജേർണലിസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്ക് TVയോട് ചീത്ത വിളിക്കാൻ പറ്റില്ല. നമ്മുടെ പണി അതാണ്, പഠിച്ച പണി അതാണ്, കാശ് കൊടുത്ത് പഠിച്ച സാധനമാണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ടോട്ടലി മീഡിയയെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുകയല്ല. ഐ പ്രീച്ച് ഇൻ ടെലിവിഷൻ 7 hours a week. ഐ പ്രീച്ച് ഇൻ ടെലിവിഷൻ. അവിടെ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം അല്ല ഞാൻ പറഞ്ഞത്. ഹൗ മച്ച് ടൈം വി ആർ വേസ്റ്റിംഗ് ബിഫോർ ടെലിവിഷൻ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. 2 ഡ്യൂട്ടി ചെയ്തിട്ട് നീ പിന്നെ ടെലിവിഷൻ മുമ്പിൽ ഇരുന്ന പിന്നെ നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത്? പിന്നെ എപ്പോഴാണ് വേദോസം വായിക്കാൻ സമയം കിട്ടുന്നത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്റെ പിള്ളേരെ വേണ്ടി TV ഇല്ലാതെ വളർന്നത്, കാശിലാഞ്ഞിട്ടൊന്നുമല്ല. അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലാണ് വളർന്നത്. ഞാൻ മനസ്സിലാക്കി ഈ കുന്ത്രാണ്ടം വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മുന്നിൽ ഞാൻ കയറിയിരിക്കും. പിള്ളേരെ പേടിച്ചൊന്നുമല്ല ഞാൻ TV വേണ്ടെന്ന് വെച്ചത്, എന്നെ പേടിച്ചാണ്. പിള്ളേരെ ഉദ്ദേശിച്ചതൊന്നുമല്ല. പിള്ളേരെക്കാൾ കൂടുതൽ ആദ്യം ഞാൻ പോയി കുത്തിരിക്കും. എന്റെ ടൈം അങ്ങനെ കളയാനില്ല, എനിക്ക് സമയം കളയാനില്ല. എന്റെ പിള്ളേർക്ക് പകർന്നു കൊടുക്കാനായിട്ട്. അപ്പൊ ബ്രദറെ ലോകപരിജ്ഞാനമൊക്കെ ഉണ്ടാകണമെങ്കിൽ TV ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ശരിയാ, എന്റെ പിള്ളേർക്ക് ആർക്കും ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ അതൊന്നും അറിയത്തില്ല. അവർക്ക് അത്രയ്ക്കുള്ള ലോകപരിജ്ഞാനമേ ഉള്ളൂ. പിന്നെ TV ഉള്ള വീട്ടിലെ പിള്ളേർക്കും അറിയത്തില്ല. ഈ ലോകപരിജ്ഞാനത്തിന്റെ കാര്യം ആരും പറയുമൊന്നും വേണ്ട. അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം പിന്നെ BBC-യും CNN കണ്ടോണ്ടിരിക്കുകയല്ലേ. ഈ തലമുറയിൽ നഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒന്ന്, അമ്മയുടെ മുലപ്പ. 2, വല്യമ്മച്ചി. ഈ 2 സാധനം ഈ പിള്ളേർക്ക് കിട്ടില്ല. എനിക്ക് ഗൾഫിലെ പിള്ളേർക്ക് ഭയങ്കര സഹതാപമാണ്. ഇത്രയും ഗതികെട്ട പിള്ളേരുണ്ടല്ലോ. ഞാൻ പലപ്പോഴും ആലോചിക്കും, അവർക്കൊരു ചിരിക്കുന്നത് അങ്ങനെയൊക്കെയോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ പിള്ളേരൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണെന്നോ? എനിക്കൊരിക്കലും തോന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടം ഇപ്പോഴും വളരുന്നത്, എനിക്ക് മരത്തെ കഥ അറിയത്തില്ല. വീട്ടിൽ കുറച്ച് പാമ്പേഡായിട്ട് വളർന്നതുകൊണ്ട് വീട്ടിൽ മരത്തെ കയറാൻ സമ്മതിച്ചു. 2-3 ഡിഗ്രി എന്തെങ്കിലും ഉണ്ട്. പക്ഷേ പട്ടി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി കാണിച്ചാൽ പട്ടി മാറത്തില്ല. പിള്ളേർ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് കുത്തി കളിക്കുന്നത് മാത്രമൊന്നുമല്ല പിള്ളേരുടെ പഠിത്തം എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ശരിയായിട്ടുള്ള പഠനം. അത് നിങ്ങളുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോനെ, നാട്ടിൽ ചെല്ലുമ്പോൾ ലൈവായിട്ട് ചിക്കനെ കാണിച്ചു തരാമെന്നല്ല നിങ്ങൾ പറയത്തുള്ളൂ. ഇവിടെ ഫ്രോസൺ ചിക്കൻ എല്ലാം കണ്ടിട്ടുണ്ടോ? ഇവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ ലൈവായിട്ട് ചിക്കനെ കാണിച്ചു തരാം. എന്തൊരു ഗതികളുടെ പിള്ളേർ കൊടുക്കുന്നത്? ശരിയായിട്ടുള്ള ഗതികളതല്ലേ? 2, വല്യമ്മച്ചിമാർ.
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയത് വല്യമ്മച്ചിമാരാണ്. അവർ വേദപുസ്തകത്തിലെ കഥകൾ പറഞ്ഞു, പാട്ട് പാടി. അതൊക്കെ കുഞ്ഞുങ്ങൾ കിട്ടുന്നില്ല. അതിന് പകരം കൊടുത്തിരിക്കുന്ന സാധനമാണ് കാർട്ടൂൺ. വളരെ നടക്കുന്നത് ഇങ്ങനെ കാര്യം. കാർട്ടൂണിൽ ഏറ്റവും വലിയ പ്രശ്നം, കാർട്ടൂണിൽ പണ്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെയറി ടൈൽസ് ആണെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് ഫെയറീസ് ആണെങ്കിലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ തന്നെ മെഷീൻസാണ്. പിന്നെ അവൻ എങ്ങനെ മനുഷ്യത്വം ഉണ്ടാകുന്നത്? എരുമയുടെ പാലും കുടിച്ച് മെഷീൻസിന്റെ കഥയും വായിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചിന് എങ്ങനെ മനുഷ്യത്വം ഉണ്ടാകും? അതേ പറഞ്ഞത് ഗതികളാണെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മലയൂട്ടി വളർത്തുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. ഈ കാർട്ടൂണിന്റെ മുമ്പിൽ ഈ പിള്ളേരെ ഒരു കുപ്പി പാല് എടുത്ത് കൊടുത്ത് എറിഞ്ഞു വിട്ടേച്ച് കഥ അടച്ചേച്ച് പോകുമ്പോൾ ഓർക്കണം, നിങ്ങൾ ഈ പിള്ളേരുടെ ഭാവി നഷ്ടപ്പെടുത്തി കളയണം. ടോക്ക് ടു ദം, സ്പീക്ക് ടു ദം. അവരോട് നിങ്ങൾ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പറ, വേദപുസ്തകം വായിച്ചു കൊടുക്കുക. എന്റെ മൂത്ത മകള് ഒരു ദിവസം ജെസി അവൾക്ക് വേദപുസ്തകം വായിച്ചു കൊടുക്കുക. അപ്പോൾ പഴയ മനുഷ്യനെ ഉലിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിച്ചു എന്നുള്ള വാക്യം വായിച്ചു. 3.5 വയസ്സേ ഉള്ളൂ. അവൾ ചോദിച്ചു, വാട്ട്സ് മമ്മി ദാറ്റ്? അതെന്താ അങ്ങനെ? അതെന്താ ഈ ഉലിഞ്ഞു കളയാന്നൊക്കെ പറഞ്ഞ 3.5 വയസ്സേ ഉള്ളൂ. അതെന്താ ഉലിഞ്ഞു കളയുന്നേ? പഴയ മനുഷ്യനെ എങ്ങനെ ഒഴിയുന്നേ? ജെസി പറഞ്ഞു, മോളെ when you go out, നീ ഒത്തിരി കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിയർക്കത്തില്ലേ? യെസ്. അവൻ സ്മെൽസ് ബാഡ് റൈറ്റ്? യെസ്. എനിക്കാണെങ്കിൽ അന്നേരം എന്നെ തന്നെ അങ്ങ് നാറുക, എനിക്ക് കാണാൻ എന്നെ തന്നെ ഇഷ്ടമില്ല അന്നേരം. അപ്പൊ ജെസി വെച്ചു, അന്നേരം നീ എന്താ ചെയ്യുന്നത്? അന്നേരം ഞാൻ അമ്മയുടെ അടുത്ത് വരും, അമ്മ എന്നെ കുളിപ്പിക്കും, എന്നിട്ട് ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഇടും. അങ്ങനെ ജെസി പറഞ്ഞു, മോളെ ഇതായി എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ ഇടപെടലുകൾ കൊണ്ടും മറ്റും നമ്മൾ പാപത്തിന്റെ വിയർപ്പുള്ളവരായി, നമ്മൾ അശുദ്ധരായി തീരുക. അപ്പൊ നമ്മൾ ഓടിച്ചെല്ലുക യേശുവിൻ്റെ അടുത്ത്. യേശു നമുക്ക് നല്ലൊരു ബാത്ത് തരും. രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. അവനൊരു പുതിയ വസ്ത്രം അവനെ തന്നെ നമുക്ക് ധരിക്കാൻ. അപ്പൊ നമ്മളൊരു പുതിയ ആളായി. 3.5 വയസ്സുള്ള കൊച്ചു കരയാൻ തുടങ്ങി. അവൾ പോയി അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മച്ചി പറഞ്ഞൊന്നും കേട്ടില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് ക്ഷമ ചോദിച്ച് she accepted Jesus when she was only 3.5 years old. ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇതുപോലൊന്ന് പറഞ്ഞു കൊടുക്കുക. അതിനു വേണ്ടി പറഞ്ഞതാ, മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ദയവ് ചെയ്ത് അഹങ്കാരം പറഞ്ഞങ്ങനെ ചിന്തിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പിള്ളേർ പഠിച്ചു കൊടുക്കും. സ്വാഭാവികമായി പിള്ളേർ പഠിച്ചു. പക്ഷെ ഇത് സ്വാഭാവികമായി പഠിക്കില്ല. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലേ പറ്റൂ. അതിനെ കർത്താവ് നിങ്ങളെ, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 4 പേരാണ് നമ്മൾ കാണുന്നത്. ഒന്ന് യഹോവ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻസ് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും എത്രയും കുറഞ്ഞത് എന്നാൽ തന്നെ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഞാനിങ്ങനെ തൊടിച്ച് പോവുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രായോഗികമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്, അല്ലാതെ അതിൻ്റെ തിയോളജി പറഞ്ഞിട്ടല്ല. ഇവിടെ ദൈവമാണ് ഇതിന്റെ സെന്റർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യഹോവ, യഹോവ ഭക്തനായ പുരുഷൻ. അവിടുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റൂ, അവിടുന്ന് തുടങ്ങാവും. ഒരു സെക്യുലർ കൗൺസിലറെ കൊണ്ടൊന്നും കുടുംബം നേരെയാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. What is needed is somebody who will lead you to Jesus. Jesus he should be the center of your family. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് സൈക്കോളജിക്കലായിട്ട് ആളുകളോട് എന്റെ മുന്നേ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ഒരു കുടുംബ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. അഡ്ജസ്റ്റ്മെന്റിന് പോയാലേ രക്ഷപ്പെടത്തില്ല. കുടുംബജീവിതത്തിലുള്ളത് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ല. അത് ഞാൻ സെക്യുലർ കൗൺസിലിംഗ് ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ട് പറയുന്നതല്ല, പഠിക്കാഞ്ഞിട്ടും പറയുന്നതല്ല. സെക്യുലർ കൗൺസിലിംഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നിന്റെ പ്രശ്നം നീ തീർക്കുന്ന ഒരു കൗൺസിലർ എടുത്ത് നിങ്ങൾ പൊക്കോ, അവൻ അരമണിക്കൂറിന് ചിലപ്പോൾ 500 രൂപ ചാർജ് ചെയ്യും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയും, ഇതിപ്പോ നിങ്ങളുടെ പ്രശ്നമല്ലേ, അത് നിങ്ങൾ തന്നെ തീർത്തേ പറ്റും, എന്റെ കാശിക്കാന്ന് വെച്ച് പൊക്കോളാൻ പറയും. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർക്കണം, എന്റെ കാശിക്കാന്ന്. ഇതാണ്
ഒരു സെക്യുലർ കൗൺസിലറുടെ പ്രത്യേകത. അല്ലാതെ എന്തോന്നാ, അയാൾക്ക് എന്താ കൺസേൺ ഉണ്ടോ? അയാൾ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ മെന്റർ എന്ന് പറയുന്നത് അതല്ല. ആളുകളെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക്, എൻ്റെ അടുത്ത് വരുമ്പോഴേ എന്നാണ്ട് ഞാൻ പറഞ്ഞത്, those who do it, they know. When people come to me and they share their things, I'm crying. Why? Because അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നത് നോക്കിയല്ലോ ഞാനത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു കേന്ദ്രീകൃതമായി നിങ്ങളെ നയിക്കുന്ന അതാണ് ആവശ്യം. അതിനുവേണ്ടി ഒരു കൗൺസിലർ ഇല്ലെങ്കിൽ പറ്റുകയൊന്നുമില്ല കേട്ടോ. Don't think that I have no counselors, I have no mentor. ഒന്നുമില്ല. This is very plain in the Bible. യേശുവാണ് എൻ്റെ കുടുംബത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. എൻ്റെ ഭവനത്തിന്റെ കേന്ദ്രം യേശുവാണ്. മുപ്പിരി ചെറുടെ വേഗത്തിൽ പോയില്ല. 2 പിണിയിട്ട് പിന്നിയാൽ ഏത് തലമുടിയാണെങ്കിൽ പോലും 2 പിണി പറ്റില്ല. അത് ഓരോ ഇഴകൾക്കിടയിലൂടെയും കടന്നു കയറുന്നതാണ് തേർഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. എന്നതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിന്റെ സാമീപ്യവും സാന്നിധ്യവും നിരന്തരം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത്. Take the case of the first family. ആദ്യത്തെ കുടുംബത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ആദമും ഹവ്വയും. കർത്താവ് ആദമിനെയും, God created man in the image of God. അവൻ തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാല് സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു ഓർഗാനിക് യൂണിറ്റി ആയിട്ടാണ് കർത്താവ് കുടുംബത്തെ സൃഷ്ടിച്ചത്. അല്ലാതെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു പിന്നെ ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും വാസ്തവം ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ അങ്ങനെയല്ല. എന്താണ്? Man was an organic unity. അവനിൽ ഉള്ളടങ്ങിയിരുന്നതായ സ്ത്രീയെ പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അട്രാക്ഷന്റെ എല്ലാം കാര്യം അതാണ്. കാര്യം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഒരു ഔട്ട്വേർഡ് ആളെ കർത്താവ് കൊടുക്കുകയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് അട്രാക്ഷൻ ഉണ്ടാകുന്നത്, ആമ്പിളാരും പെമ്പിളാരും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നത് നോർമലാണ്. ഉണ്ടായിട്ടെങ്കിലേ ഉള്ളൂ. That is normal. സെയിന്റ് എഫ്രൈം എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ, അയാൾ എപ്പോഴും നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു പെണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെയിന്റ് എഫ്രൈം പറഞ്ഞു, യു ആർ എ വുമൺ, യു ലുക്ക് ഡൗൺ. ഓക്കെ, അവള് പറഞ്ഞു, അതിന് വേറെ ആളെ നോക്കണം. നീ വേണമെങ്കിൽ നിലത്തോട് നോക്കിയോ, കാര്യം നിന്നെ പൊടിയിൽ നിന്നാണ് എടുത്തത്, പക്ഷെ എന്നെ എടുത്തത് മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ നോക്കുമെന്ന്. പിള്ളേരെ ഇതൊന്നും പോയി പ്രാക്ടീസ് ചെയ്തേക്കല്ലേ. But still what I say, ആ ഒരു ഗോഡ്ലി എല്ലാം നമുക്ക് ദൈവികമായിട്ടും ഉപയോഗിക്കാം, മോശമായിട്ടും ഉപയോഗിക്കാം. ഗോഡ്ലിനെസ് ഉണ്ട് ആ അട്രാക്ഷനിലോ, അല്ലെങ്കിൽ that is a biblical principle. കുടുംബജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനൊരു ഓർഗാനിക് യൂണിറ്റിയാണ്. അതിനുശേഷം ദൈവം ആദാം തനിച്ച് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ he saw man was alone and he said it is not good for man to be alone. It is not good. എല്ലാം നല്ലത് എന്ന് സൃഷ്ടിച്ചപ്പോൾ കണ്ട കർത്താവ് ആദ്യമായിട്ട് പറയാണ് it is not good എന്ത് മനുഷ്യൻ ഏകനായിരിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് നല്ലതല്ല എന്ന് കർത്താവിന്റെ വായിൽ വരുന്നത്. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ മാരേജ് ഇസ് നോർമൽ. സിംഗിൾ ലൈഫ് പാപമാണെന്നോ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി വിളിക്കപ്പെട്ട ആളാണെങ്കിൽ അവൻ സിംഗിൾ ലൈഫ് നയിക്കണം. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് എൻ്റെ ചിന്ത. നമുക്കിതൊരു ചിന്തയുണ്ട്, ഒരാൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ അയാൾ എന്തോ പാതകം ചെയ്യുന്ന പറയുന്നത്. അങ്ങനെയൊന്നും അല്ലല്ലോ. എത്രയോ പഴയ നമ്മുടെ ആളുകൾ, കർത്താവിന് വേണ്ടി ജീവിച്ച ആളുകൾ, വിശ്വാസി പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് മെനി പീപ്പിൾ, ഈവൻ അന്നമ്മ മാമൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, അവരൊക്കെ എന്ത് ചെയ്തില്ല, they were not married. അതുകൊണ്ട് അവരാരും ഇംപെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ they were called for that. അങ്ങനെ അതിനുവേണ്ടി വിളിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് അതിനുവേണ്ടി മാറേണ്ടത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, സുവിശേഷത്തിന് വേണ്ടി സിംഗിളായിട്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിരിക്കണം നമ്മുടേതെന്ന് എൻ്റെ ചിന്ത. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരിക്കലും അതെന്തോ അപകടം പറ്റുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ലെ, അവൾക്ക് കിട്ടിയില്ല, അവളെ കെട്ടാൻ ആരും ഇല്ലായിരുന്നു,
ഞാൻ പറഞ്ഞത് if they are called, അതൊരു ഫാക്റ്റാണ്. അതിനു വേണ്ടി വിളിക്കപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. അത് അബ്നോർമലാണ് നമ്മൾ ചിന്തിക്കരുത്. പക്ഷേ നോർമൽ വേയിൽ വിളിക്കപ്പെട്ടില്ല. ഞാൻ കല്യാണം കഴിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണോ ഇല്ലയോ എന്നറിയാൻ ആരും പ്രത്യേകിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സിംഗിൾ ലൈഫ് ജീവിക്കണമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിട്ട് സിംഗിൾ ലൈഫിന് വേണ്ടി തീരുമാനിക്കാവൂ. കാര്യം അത് നോർമൽ വേയിലുള്ള ഒരു ലിവിങ് അല്ല, കോളിംഗ് ഉള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ജീവിതമാണ് സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. അല്ലാത്തവർ വിവാഹം കഴിക്കണം, തീർച്ചയായിട്ടും. എന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടപ്പോൾ, മോനെ നീ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും പോയി ഉള്ളതിനെ പിടിച്ചോണ്ട് വരാനല്ല പറയുന്നത്. I will make him a companion, a suitable companion to be with him. അവനോട് കൂടെ ഇരിക്കുന്നതിന് ഞാനൊരു തക്ക തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന കർത്താവ് പറയുന്നത്. അതായത് മാരേജ് എന്ന് പറയുന്നത് ടോട്ടലി ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിനകത്തൊരു മാനുഷികത ഇല്ല. ഞാൻ കല്യാണങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആദാമിന് ഹവ്വായെ കൊടുത്തപ്പോൾ ആദാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? എന്തുകൊണ്ടിരിക്കുക? He was in deep sleep, ഉറക്കമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇതിനകത്ത് ഇവന്റെ യാതൊരു കൗശല ബുദ്ധിയോ ഒന്നും കയറിയിട്ടില്ല. ഇറ്റ് വാസ് ടോട്ടലി ദ വർക്ക് ഓഫ് ഗോഡ്. ഇന്നും ഞാൻ തീർത്ത് പറയട്ടെ, കുടുംബജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കും. അതായത് ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്തുമായിക്കോട്ടെ, God decide. അത് ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പോയി ചൂസ് ചെയ്യുന്നത് ഒരു ഇന്നത്തെ പണ്ടത്തെ പോലെ വല്ല ആണോ? പണ്ടും ഇന്നും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. ദൈവം ദുഃഖിച്ചു എന്ന് ആദ്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ദൈവത്തിന് ദുഃഖം ഉണ്ടായത് തീർച്ചയായിട്ടും ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ God grieved. പക്ഷെ അവിടെ പോലും ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ദൈവം ദുഃഖിച്ചു എന്ന് ആദ്യം എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിൽ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ അവർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ഓരോരുത്തർ തനിക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. God grieved. അവൻ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അവൻ അനുദപിച്ചു, അവൻ ദുഃഖിച്ചു. Grieved. So when you are choosing a wife for yourself, God grieves. You understand what I say? Hallelujah. അത് കാലഘട്ടം മാറുന്നത് കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല. ദൈവം തീരുമാനിക്കട്ടെ. അത് ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്നിട്ട് അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഇനി ആദം ഹവ്വയെ കാണുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്നറിയാലോ? ഇറ്റ്സ് വണ്ടർഫുൾ. ഇവരുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. ഞാൻ ഒത്തിരി വേൾഡ് ക്ലാസിക്കുകളൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനൊന്നും നേരമൊന്നുമില്ല. ഇപ്പൊ ഈ വേൾഡ് ക്ലാസിക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ബേസിക്കലി നമ്മളുടെ തൊഴിലുമായിട്ടും കൂടെ ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാൻ പഴയ ക്ലാസിക് നോവൽസ് എല്ലാം വായിക്കുമ്പോഴെല്ലാം ഈ ഒരു പുരുഷൻ സ്ത്രീയോട് അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന എത്രയോ വാചകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ ഒരിടത്ത് പോലും ഇതുപോലെ കണ്ടിട്ടില്ല. നീ എന്റെ കണ്ണ, കരള, തേന, പൊട്ട, മൊട്ട എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടുള്ളൂ. പക്ഷെ നീ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാര്യം കണ്ണും കരളൊന്നുമല്ല ഇത്, അതിലൊക്കെ അപ്പുറത്താണ്. എന്ത് ഇൻസെപ്പറബിൾ ആണ്. ഇതാണ് ട്രൂ ലവ്. ഒരു കാരണവശാലും വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്യൂർ ലവ്. പ്യൂർ ലവ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പണ്ട് കാലത്തും എന്നും ഉള്ളൊരു ചോദ്യമാണ്, ഇത് എന്തോ പരിപാടിയാണ് ഈ ഈ ചെറുക്കം കാണിക്കുന്നത്? ഇതുവരെ എങ്ങാണ്ടു എന്ന് വന്ന ഒരു പെണ്ണിങ്ങോട്ട് കയറി വരികയും ചെയ്തു. 10 മാസം ചുമന്ന പ്രസവിച്ച അമ്മയും വേണ്ട, ജീവൻ കൊടുത്ത് വളർത്തിയ അപ്പനെയും വേണ്ട, ഇതെന്തോന്ന്? അവളുമായിട്ടാണ് രക്തബന്ധം പോലും ഇല്ല. അതിനുള്ള ബിബ്ലിക്കൽ മറുപടിയാണ് ഇവിടെ കാണുന്നത്. ഇതേ രക്തബന്ധമൊന്നുമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ബന്ധമാണ്. ഇത് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും
മാംസത്തിൽ നിന്ന് മാംസവും എന്ന് വെച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിക്കണമെന്നല്ല അർത്ഥം കേട്ടോ. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കണമെന്നല്ല. വിടുക എന്ന് പറയുന്നതും ലീവിങ് എന്ന് പറയുന്നതും അബാൻഡനിങ് എന്ന് പറയുന്നതും കണ്ടു. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുന്നത് വേദപുസ്തകം ഏറ്റവും മോശമായിട്ടാണ് എന്ന് തന്നെയല്ല, അവന്റെ കണ്ണ് കഴുകൻ കുത്തിപ്പൊളിക്കുന്നതാണ്. നോബേ, നിങ്ങൾ എത്ര പറഞ്ഞാലും അപ്പനെ അമ്മയെ നോക്കാത്ത ഒരാളെ ദൈവം സ്വീകരിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് നിങ്ങൾ അതിന് പകരം എന്തെല്ലാം കാണിച്ചാൽ, കർത്താവ് പറഞ്ഞല്ലോ, അപ്പനോട് അപ്പനെ അമ്മയെ ബഹുമാനിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരുത്തിന് അപ്പനോട് എനിക്ക് നിന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ പിന്നീട് കുഴപ്പമില്ലെന്ന് നീ പഠിപ്പിക്കുന്നു. എന്തായി കടന്നോന്നറിയാമോ? വായിച്ച പെട്ടെന്ന് നമുക്ക് കുർബാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അപ്പനെ അമ്മയെ നോക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. പക്ഷെ യഹൂദന്മാരായ ശാസ്ത്രിമാർ പറഞ്ഞ് ഒന്നുകിൽ അപ്പനെ അമ്മയെ നോക്കണം, അല്ലെങ്കിൽ ആ പൈസ ഭണ്ഡാരത്തിലുണ്ടോ. അപ്പോൾ അത് അപ്പനെ അമ്മയെ നോക്കുന്നതിന് തുല്യമായി തീരുമെന്ന് കർത്താവ് പറഞ്ഞു. നീ വേറെ പണി നോക്കുക, ദൈവത്തിന്റെ കൽപ്പനയെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ദുർബലമാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അപ്പനെ അമ്മയെ നോക്കേണ്ട പൈസ എടുത്ത് ഒറീസായിൽ ക്രൂസൈഡ് നടത്തിയാലും ദൈവം പ്രസാദിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. അപ്പനെ അമ്മയെ നോക്കേണ്ട കാശെടുത്ത് വടക്കേ ഇന്ത്യയിൽ ക്രൂസൈഡ് നടത്തിയാൽ ദൈവം പ്രസാദിക്കത്തില്ല. ആദ്യം അപ്പനെ അമ്മയെ നോക്കുമോനെ, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി. പക്ഷെ അപ്പനെ അമ്മയെ നോക്കുക എന്ന് പറയുമ്പോഴും നിങ്ങളൊരു ഫാമിലി യൂണിറ്റ് ആകുകയാണ്. യു ബിക്കം എ ന്യൂ യൂണിറ്റ്, ഫാമിലി യൂണിറ്റ്. ആ യൂണിറ്റില് ആരാണ് സെന്റർ എന്നറിയാമോ? ഇറ്റ് ഈസ് ഗോഡ്. ദൈവം സെന്ററാണ്. ഞങ്ങൾ അതിന്റെ ഇതൊരു ഫാമിലിയാണ്. എന്റെ ഫാമിലിയിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഞാനല്ല. എന്റെ ഫാമിലിയിലെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ്. അതാണ് ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മള് എഫേസ്യരുടെ ലേഖനത്തില് നമ്മളെപ്പോഴും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ആവശ്യമുള്ളത് നമ്മൾ പലപ്പം നമുക്ക് വേണ്ടത് വായിക്കത്തുള്ളൂ. എഫേസ്യ ലേഖനത്തിൽ ഞാൻ കല്യാണങ്ങൾ നടത്തുകയും കല്യാണത്തിന് പ്രസംഗിക്കുകയും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വായിക്കുന്ന വേദഭാഗം വായിച്ചു വരുമ്പോഴത്തേക്ക് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാം? 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ 22-ാം വാക്യം മുതലാണ് നമ്മൾ സാധാരണ വായിച്ചു തുടങ്ങുന്നത്. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. പക്ഷെ ആ അധ്യായത്തിന്റെ പാസേജ് തുടങ്ങുന്നത് അവിടെ നിന്നല്ല കേട്ടോ. ആ പാസേജ് തുടങ്ങുന്നത് 21-ാം വാക്യത്തിൽ നിന്ന്, 22-ൽ നിന്നല്ല. പാസേജ് തുടങ്ങുന്നത് 21-ൽ നിന്നാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്നതുപോലെ കീഴടങ്ങിയിരിക്കും. ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുന്നത് ഭാര്യയോടുള്ള കൽപ്പനയാണെങ്കിൽ അതിനു മുമ്പ് രണ്ടുപേരോടും കൂടെ ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരു വീട്ടിൽ ആകെ നമുക്ക് ഭയപ്പെടേണ്ടത് ആരെ മാത്രമേ ഉണ്ടാകാമെന്നറിയാമോ? ക്രിസ്തുവിനെ. ഭാര്യ ഭർത്താവിനെയും ഭയപ്പെടാൻ പാടില്ല, ഭർത്താവ് ഭാര്യയും ഭയപ്പെടാൻ പാടില്ല. പണ്ടൊക്കെ ഭാര്യ ഭർത്താവിനെ ആയിരുന്നു ഭയപ്പെട്ടുകൊണ്ടിരുന്നത്, ഇപ്പം തിരിച്ചാ. അതും പാടില്ല. ഇപ്പൊ BP ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാര്യ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. BP ഉണ്ടോ? ഈ ഒരു വീട്ടില് ഒരു ദിവസം അവധിയായിരുന്നത് കൊണ്ട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, നമുക്കെന്താ ഒരു കാര്യം ചെയ്യുന്ന, അവധിയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ സൂവിൽ പോകാം. ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഇവിടെ ആരും പോകുന്നില്ല. ഞാൻ വരുന്നില്ലെന്ന് പോലും അല്ല പറഞ്ഞത്, ഇവിടെ ആരും പോകുന്നില്ല, തീരുമാനമായി കഴിഞ്ഞു. എന്റെ ഭർത്താവ് പറഞ്ഞു, എന്നാ പോകുന്നില്ല, അല്ലാതെ വേറെ വല്ലതും നടക്കുമോ? എന്നെ കൊച്ചു വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡാഡിക്ക് സൂവിൽ പോകാൻ പേടിയില്ലേ? എന്തിനാ നമ്മളെ പേടിക്കുന്നത്? ഡാഡിക്ക് അവിടെ ആനയെ പേടിയില്ലേ? ആന നമ്മളെന്തിനാ പേടിക്കുന്നത്? കടുവായ പേടിയില്ലേ? ഇല്ല. സിംഹത്തിനെയോ? എനിക്ക് പേടിയില്ല. അപ്പൊ ഡാഡിക്ക് മമ്മിയെ മാത്രമേ പേടിയുള്ളൂ. ശരിക്കും പറഞ്ഞ പേടിച്ചായിരുന്നു പുരുഷന്മാർ ജീവിക്കുന്നത്. ഈയിടെ ഒരു കമ്പനിയുടെ CEO മാനേജേഴ്സിന്റെ ഒരു മീറ്റിൽ ഒരു ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു 11 മണി ആയപ്പോഴാണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്ക് ആദ്യം ഒരു എക്സസൈസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്,
നിങ്ങളെല്ലാവരും വീട്ടിൽ ഭാര്യയെ വിളിച്ചിട്ട് 1 മണിയാകുമ്പോൾ ഞാൻ 4 കൂട്ടുകാരെയും കൊണ്ട് വരും, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണമെന്ന് പറയുന്നു. 12 മണിയായി, 11:30 എന്നിട്ട് മറുപടി സ്പീക്കർ ഫോൺ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും സംഭവിച്ചിരുന്നു. എന്ത് കഷ്ടമായി പെണ്ണുങ്ങളെ പേടിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. എന്തോ ചെയ്യാനാണ്? ഈ തലമുറയിലെ വലിയൊരു പ്രശ്നമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു സ്വസ്ഥത കൊടുക്കും. I'm not joking. ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നു. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഒരു വീട്ടിൽ നമ്മൾ ആരെ മാത്രമേ ഭയപ്പെടാവൂ? ക്രിസ്തുവിനെ. എങ്ങനെ ഈ ക്രിസ്തുവിന്റെ ഭയത്തിൽ? അതാണ് ഞാനിപ്പം നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ സങ്കീർത്തനത്തിൽ കാണുന്നതാണ്. യഹോവയെ ഭയപ്പെട്ടു. എന്താണ് ക്രിസ്തുവിന്റെ ഭയം? ക്രിസ്തു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ, Christ is the head of this house, he is the unseen guest at every meal എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവളുടെ ആദ്യത്തെ ഭാഗം തന്നെ ഞാൻ പറയാം, തെറ്റ കാര്യം. ക്രൈസ്റ്റ് ഈസ് നോട്ട് ദ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. അതായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കാര്യം ഗസ്റ്റ് ആകുമ്പോൾ അകത്തോട്ടൊന്നും കയറി വരത്തില്ല, നമുക്ക് ഇവിടെ തന്നെ നിർത്തായിരുന്നു, ഡ്രോയിങ് റൂമിൽ അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഈസ് നോട്ട് എ ഗസ്റ്റ്. ഗസ്റ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ അങ്ങ് പൊക്കോളുമായിരുന്നു. പക്ഷെ ക്രൈസ്റ്റ് അങ്ങനെ പോകുന്ന ആളല്ല. ക്രൈസ്റ്റ് ഈസ് നോട്ട് ദ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്, ഹി ഈസ് ദ സെന്റർ ഓഫ് അവർ ഹോം. അവൻ നമ്മളുടെ ഭവനത്തിന്റെ സെന്റർ. That means he is staying there. He's not a guest. He's staying in my home. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? If Christ stays in my home, യേശു കർത്താവിന്റെ ഭവനത്തിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ ആയിരിക്കും അവിടെയുള്ളവരെ ജീവിക്കുന്നത്? That's my question. A simple question. അങ്ങനെ ജീവിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. If Christ stays in my home, do you think that I can beat my wife? എന്റെ ഭാര്യയെ തല്ലാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല. Because Christ is staying in my home. ഞാൻ തല്ലിട്ടില്ല കേട്ടോ. 27 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്താ തല്ലില്ല? എന്തിനാ തല്ലുന്നത്? സ്വന്തം ശരീരത്തെ ആരെങ്കിലും ഞാൻ എന്റെ തലയിൽ കിട്ടി ഞാൻ അടിക്കുമോ? അല്ലെങ്കിൽ എന്റെ കൈ കിട്ടി ഞാൻ അടിക്കത്തില്ല. അത് ബോധമില്ലാത്ത മാത്രമേ എന്ത് ചെയ്തുള്ളൂ. സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് ലഘുവൻ ബാധിച്ച എന്തുവാ കല്ലറ കിടക്കുന്നവന്. അങ്ങനത്തെ കുറച്ച് പാർട്ടികളെ ബന്ധിക്കോസ് വരുള്ളൂ. ഏത്? സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നവൻ. സ്വന്തം ശരീരം ഞാനാണ്. ഭാര്യ എന്താണ്? ഭർത്താവ് തലയും ഭാര്യ ശരീരവുമാണ്. If you beat your wife, hate your wife, you are no better than that person who was possessed by religion. ലഘുവൻ ബാധിച്ച പുരുഷനേക്കാൾ കഷ്ടമാണ് പല ആളുകളും. Because they are beating their wife. I cannot just believe it. How can you do that? കർത്താവ് ഭവനത്തിൽ ജീവിക്കുന്നെങ്കിൽ അവന് എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റും, ഭാര്യയോട് വഴക്കുണ്ടാക്കാൻ പറ്റും, പിള്ളേരോട് അബ്യൂസീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? Because he is seeing everything. He is seeing everything. He is hearing everything. കർത്താവ് ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന മുഴുവൻ TV പ്രോഗ്രാം നിങ്ങൾ കാണുമോ? കർത്താവ് കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന പ്രോഗ്രാമേ കാണാവൂ. 2 പിള്ളേർ കൂടി ഇരുന്ന് സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോഴാണ് പാസ്റ്റർ അതിലേക്ക് കയറി വന്നത്. പാസ്റ്ററോട് അവർ പറഞ്ഞു, പസങ്ങൾ വന്നതാണ്, ഞങ്ങൾ എന്താണെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിന് പോകണമെന്നുണ്ട്, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അത് ശരിയാണോ പാസ്റ്ററെ? പാസ്റ്റർ ചോദിച്ചു, പോകാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഇപ്പൊ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ തീരുമാനിച്ചോ? അല്ല പാസ്റ്റർ, എന്താണെങ്കിലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു 3 ടിക്കറ്റ് എടുത്തേക്കാം. 3 ടിക്കറ്റോ? പാസ്റ്റർ വരുന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല. പിന്നെ എടുക്കാം 3ാമത്തെ ടിക്കറ്റ്. യേശുവിനോടൊരു ടിക്കറ്റ് എടുത്തു. യോ, യേശുവിനോട് സിനിമ വല്ല കാണൂ? അപ്പൊ യേശുവിന് കാണാൻ കഴിയാത്ത സിനിമയാണ് നീ കാണുന്നത്? It's not a joke.
Can you call Jesus? കർത്താവേ നിങ്ങൾ നോക്കി എന്തിനാ സാധിക്കുന്നു, കണ്ടില്ലേ ആ കൊച്ചിന്റെ ചാട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ കൂടെ അടുത്ത് പിടിച്ചിരുത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടും. This is what we lack in these days. ഈ ദിവസങ്ങളിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നതാണ് യേശുവിന്റെ പ്രസൻസിന്റെ സാന്നിധ്യത്തിന്റെ, അവന്റെ സാന്നിധ്യത്തിന്റെ അനുഭവത്തിലല്ല ഇന്ന് ആളുകൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ യേശു ജീവിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിസ്തീയ കുടുംബമാണെന്നുള്ളൂ. കാര്യം ക്രൈസ്റ്റ് ആണ് സെന്റർ. Christ is the center of the family. He is not a guest. He is the center of the family. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ദൈവ സാന്നിധ്യം വീട്ടിൽ അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അത് കഷ്ടമാണ്. പല വീടുകളും ഒരു നരകമായിരിക്കുക. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ടീച്ചർ ഒരു ദിവസം പിള്ളേരോട് ചോദിച്ചു, സ്വർഗവും നരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പേർക്കും പറഞ്ഞ് സ്വർഗമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നരകമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താ? ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരു നരകമാക്കരുത്. Can you say your home a home? ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ച്, എൻ്റെ കൂടെ നമ്മുടെ പിള്ളേരുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു വന്ന് 3 ദിവസം താമസിച്ചിട്ട് 3-4 ദിവസം താമസിച്ചിട്ട് നമ്മൾ തിരിച്ചു ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, മാമ, if you want to see a home, go there. Is it a home? സ്വന്തം അമ്മയോട് ചോദിച്ചതാണ്. How can you call it a home? നിങ്ങളുടെ വീടൊരു ഭവനമാകണമെങ്കിൽ കെട്ടിടമാക്കാനല്ല. There is a big difference between a house and a home. You can make a house with bricks and cement, but home is built of people. It is built of people. കെട്ടിടങ്ങളുണ്ട്, വീടുകളില്ല, ഭവനങ്ങളില്ല. ഇന്ന് നമ്മൾ പണിയുന്നത് കെട്ടിടങ്ങളാണ്. It's not home. Make it a home. I want all of you to make your house a home. How can you make it? Make Jesus the center of your house. കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കുക. കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയട്ടെ. ഞാൻ വളരെ കുറച്ച് മാത്രം എൻ്റെ കുടുംബത്തോടുകൂടെ ചെലവഴിക്കുന്ന ഒരാളാണ്. It's just because of one reason, for the cause of the gospel. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെ കളഞ്ഞിട്ടൊന്നും പോകുന്നില്ല. അതെന്റെ കുടുംബം മനസ്സിലാക്കുന്നത് കൊണ്ടും കൂടെയാണ്. My family understands it. My children stands with me. We gave a value system to our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വാല്യൂ സിസ്റ്റം പറഞ്ഞു കൊടുക്കാനാണ് പരിശ്രമിച്ചത്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളായി കൊടുക്കാനൊന്നും അല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലിയ ആളുകളെ ആക്കാനൊന്നും ഞങ്ങൾ പരിശ്രമിച്ചൊന്നുമില്ല. അവർ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. That's something different. But always we say, കുഞ്ഞുങ്ങളെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടൊക്കെ പണ്ട് വരുമ്പോൾ എവിടെയാണ് ഒപ്പരണ്ടെന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കാനൊന്നുമില്ല. പിള്ളേരുടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതാ വാല്യൂ സിസ്റ്റം ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് നത്തിങ്. അവൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ റാങ്ക് ഇന്ന് വരെ റാങ്കിന്റെ കാര്യം സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മിണ്ടിട്ടില്ല റാങ്ക് എന്ന് പറയാൻ. എന്തോന്ന് പറയാൻ? ഈ റാങ്ക് തന്നെ അസിസ്റ്റന്റ് പിൻ എന്നാണ് എന്റെ ചിന്ത. I don't know exactly. റാങ്ക് എന്ന് പറഞ്ഞാലും ഇവര് കോമ്പറ്റീഷൻ ഈ പിള്ളേർ തമ്മിലൊന്നുമല്ലോ, അമ്മമാര് തമ്മിലല്ലേ. എത്രാമത്തെ റാങ്ക് ആടി? 5ാമത്തെ. സൂസിയുടെ കോച്ചിട്ട് എത്ര ആടി? 7ാമത്തെ. എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിൽ 5ഓ 4ഓ പോകുന്ന വിഷയം എന്താ? സൂസിയുടെ കൊച്ചിനേക്കാൾ മുകളിലായിരുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ഇങ്ങനെ പച്ചക്ക് ചോദിക്കാതെ സാറേ പറയുന്നു.
അല്ല പിന്നെ എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് വേറെ ആരാ വന്ന് പറയുന്നു? തലമുറകളിലൂടെ ഒരു ഉദാഹരണം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന പ്രവാചകൻ ഇതുപോലും പറയും. എന്താ ഈ തലമുറകളിലുള്ള ഉദാഹരണം? എന്താ ഈ തലമുറകളിലുള്ള ഉദാഹരണം? നിങ്ങളുടെ നല്ല കാലത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയാഞ്ഞത് നിങ്ങളുടെ പിള്ളേർ ചെയ്യുമ്പോഴാ ഉദാഹരണം ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ പിള്ളേരെ പഠിപ്പിച്ച് കാനഡയിൽ കൊണ്ടുപോയി -2 ഡിഗ്രി 10 ഡിഗ്രിയില് നിങ്ങളെ കൂടെ കൊണ്ടിട്ട് തണുത്ത് വിറയ്ക്കുമ്പോഴല്ല ഉദാഹരണം ഉണ്ടാകുന്നത്. അതാണ് ജ്ഞാനക്കാര്യമാണ് ചിന്തിക്കുന്നത്. മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ നിന്ന് ആയിരിക്കും. ആർക്കാടാ പോകേണ്ടത്? മഞ്ഞ് പെയ്യുന്ന നാട്ടില് വേറെ പണിയൊന്നും ഇല്ലയോ? ഞാൻ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ താമസിക്കുന്നു. ഞാൻ -7 വരെ താമസിക്കുന്നു. എനിക്ക് സന്തോഷമാണ് മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ താമസിക്കുന്നത്. അവിടെ നിന്ന് എങ്ങനെയൊരു രക്ഷപ്പെട്ടാൽ മതി. സൂര്യാഘാതത്തിന്റെ പേരിലായതുകൊണ്ട് പോയതാ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതാണ് ഉദാഹരണം. മര്യാദയ്ക്ക് വല്ലതും കഴിച്ചും കുടിച്ചും കിടക്കുന്നതിന് പകരം വെറുതെ ഈ പ്രവാചകന്മാർ വന്ന് നിങ്ങളെ നശിപ്പിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. ഇത് പറഞ്ഞേ പറ്റൂ. ഇത് പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ പറയുന്നത് നിർത്തിയതാണ്, പേടിച്ച് പറയുന്നത് നിർത്തിയതാണ് ഈ സഭ ഇങ്ങനെ നശിക്കാനുള്ള കാര്യം. എന്തിനാ പേടിക്കുന്നത്? എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ബാക്കി പുറകിലുണ്ടെങ്കിൽ എല്ലാം പേടിക്കണ്ടോ? അല്ലാത്തവർക്കൊന്നും പേടിക്കും. എനിക്ക് കസേര വേണ്ട, എനിക്ക് കാശ് വേണ്ട. കസേരയും കാശും വേണ്ടെന്നൊന്നും ഇത് പറയുന്നത്. നശിച്ചു പോകരുത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. അവൻ പറയുന്നത് ഭവനമാണ്. ആ ഭവനത്തിന്റെ സെന്റർ യേശുവാണ്. ആ യേശുവിനെയാണ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. യേശുവിനെ കൊടുക്കാതെ ബാക്കി എന്തെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പറയാം, കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ യേശു അറിയുന്നവരായി വളർത്തണം. അവർ സ്വർഗത്തിൽ പോകണം. ആ ഒരു മോഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അവർ ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ലോകത്തിൽ ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്. നിങ്ങൾ IIT MTech കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയത്. ആണോ? അതോ കാർഡിയോളജിയിൽ DM കഴിഞ്ഞിട്ടാണോ ഇവിടെ പണിയെടുക്കാൻ പോകുന്നത്? നമ്മുടെ ഞാൻ ചിലപ്പോൾ പറയണം, നമ്മുടെ നഷ്ട സ്വപ്നങ്ങളിൽ പിള്ളേരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. എനിക്ക് IIT പോകണമെന്നുണ്ടായിരുന്നു, ITIയിലേ പോകാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മോനെ IIT തന്നെ വിട്ടിട്ടേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കരുത്. അവന്റെ കപ്പാസിറ്റി അനുസരിച്ച് അവൻ പഠിച്ചോട്ടെ. അതാണോ ദൈവഹിതം എന്നുള്ളത് തിരിച്ചറിയാൻ അവനെ നമ്മളൊന്ന് ഇരുത്തി ദൈവത്തെ ആശ്രയിച്ച് വളരാൻ അവനെ പഠിപ്പിക്കണം. അവൻ കർത്താവിനെ കൊടുക്കണം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്ന അറിവിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വാല്യൂ സിസ്റ്റം പകർന്നു കൊടുക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായില്. അവൻ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു. യേശുവിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ വേറെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. പണത്തെ കുറിച്ച് നിങ്ങളുടെ ഭവനത്തിൽ സംസാരിക്കരുത്, പ്ലീസ്. ഇക്കാലത്ത് മോനെ കാശുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊരു റോങ് വാല്യൂ സിസ്റ്റം ആ കൊച്ചിനെ വളർന്നു കൊടുക്കുന്നത്. എന്റെ ഭവനത്തിൽ ഞാൻ ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ്. അവർക്ക് പണത്തോട് മോഹം ഉണ്ടാകത്തില്ല. The most important thing in our life, in our day-to-day life, it is a relationship. ഞാൻ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം യേശു കർത്താവുമായിട്ടുള്ള ബന്ധം. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just read Bible and discuss things and maybe ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീരും, ചിലപ്പോൾ 3 മണിക്കൂർ കൊണ്ട് തീരും, അല്ലെ ചിലപ്പോൾ 5 മണിക്കൂർ കൊണ്ട് തീരും. എന്റെ ഭാര്യ ഒരിക്കലും പറഞ്ഞില്ല പിള്ളേരെ പഠിക്കാൻ വിടാം, അവർക്ക് ചുമ്മാ 5 മണിക്കൂറായിട്ട് വേദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവരൊരു പരീക്ഷയ്ക്ക് ഞാൻ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോട്ടെ, എനിക്ക് ഒരു പ്രയാസമില്ല, പക്ഷെ ജീവിതത്തിൽ ആത്മീയതയിൽ നിങ്ങൾ തോറ്റു.
ആരും തോറ്റൊന്നുമില്ല കേട്ടോ. Build a home, not just a house. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. നിങ്ങളോട് തന്നെ ചോദിച്ചു, എന്താ എൻ്റെ വീട്ടിന്റെ സെന്റർ? ഈസ് ഇറ്റ് ജീസസ്? എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ത് കാര്യമാണ്? യേശുവിനെ കുറിച്ചാണോ? എൻ്റെ വാല്യൂ സിസ്റ്റം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരോട് ഞാൻ എപ്പോഴും പറയുന്നത് യേശുവിനെ കുറിച്ചാണോ, അതോ പഠിത്തത്തെ കുറിച്ചും പണത്തെ കുറിച്ചും? മറ്റുള്ളവരുടെ കുറ്റം എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്താൽ എൻ്റെ വാല്യൂ സിസ്റ്റം തകർന്നു പോവുകയാണ്. യേശുവിനെ പറഞ്ഞു കൊടുത്താൽ എൻ്റെ വാല്യൂ സിസ്റ്റം തകർന്നു പോവുകയാണ്. വേദപുസ്തകത്തിൽ യഹോവ ഏകൻ തന്നെ കർത്താവിനെ സ്നേഹിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അത് മാത്രമേ പഠിപ്പിച്ചത്. Love God with all your heart, with all your mind, with all your strength, with all your spirit, and love your neighbor as you love yourself. And I taught my children that we need to live. I asked them to look at the cross. ഞാനിത് പറയുന്നത് പിന്നെ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യമാണ്. You look at the cross. What do you see on the cross? A man who lived for others and died for others. We are imitating that Jesus. ക്രൂസിൽ കാണുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു യേശു. ആ യേശുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. ആ യേശുവിനെ അതാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത സന്ദേശം. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം അത് അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഭവനം അത് അനുഗ്രഹിക്കപ്പെടും. അത് ഞാൻ തന്നെ പണിയല്ല. കർത്താവ് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. പക്ഷെ എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ ഇറങ്ങി. അവരൊരുമിച്ചൊരു കൂട്ടായ്മ. നമ്മുടെ വൈകുന്നേരങ്ങൾ നമ്മൾ സാത്താന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ വൈകുന്നേരങ്ങൾ നമ്മൾ TV-ക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ വൈകുന്നേരങ്ങൾ നമ്മൾ സ്വറ പറഞ്ഞ് കളയരുത്. നമ്മുടെ വൈകുന്നേരങ്ങൾ നമ്മൾ പഴി പറഞ്ഞ് പരാതി പറഞ്ഞ് ഇതൊക്കെ പിള്ളേർ കേൾക്കുകയാണ്. നിങ്ങൾ റോങ് സിസ്റ്റം കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ കണ്ണുകളെ അടയ്ക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം പണിയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പയർ പാടിയ സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. If we made a mistake in our life, don't think that it is the end of our life. No. Acknowledge it, confess it, and start a new life. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വാല്യൂ സിസ്റ്റം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും. യേശുവേ, നീയാണ് എൻ്റെ കുടുംബത്തിന്റെ സെന്റർ. എല്ലാ വൈകുന്നേരങ്ങളിലും ഏതെങ്കിലും ഇറങ്ങി വന്ന കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. യേശു കേന്ദ്രീകൃതമായിട്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങി ഇവിടെ ഒരു സ്വർഗം പണിയുവാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരു നരകമാക്കാനല്ല സ്വർഗമാക്കാൻ എത്ര പേര് തീരുമാനമെടുക്കും? എത്ര പേര് കർത്താവിനോട് കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വന്ന് അവിടെ വസിക്കണമേ, അതിഥിയായിട്ടല്ല. ഞങ്ങൾക്ക് എപ്പോഴും നിന്നെ കാണണം, ഞങ്ങൾക്ക് എപ്പോഴും നിന്റെ ശബ്ദം കേൾക്കണം. എത്ര പേര് പറയും എൻ്റെ ഭവനത്തിലേക്ക് നീ ഇറങ്ങി വരണമേ? കരങ്ങൾ ഉയർത്തി ഒന്ന് പറ, കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ കർത്താവേ. എല്ലാ വൈകുന്നേരങ്ങളിലും ഏതെങ്കിലും തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, എല്ലാ ദിവസങ്ങളിലും എൻ്റെ കൂടെ വസിക്കാൻ, എൻ്റെ ഭവനത്തിൽ വസിക്കാൻ നീ ഇറങ്ങി വരണമേ. അതിഥിയായിട്ടല്ല കർത്താവേ, എന്നെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായി, എൻ്റെ കർത്താവായി, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അവരുടെ പിതാവായി. ഹല്ലേലൂയ. ലോകത്തിന്റെ എതിർദിശയിലുള്ള ഒരു തത്വ, ഒരു വാല്യൂ സിസ്റ്റം ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് യേശുവേ നീ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കണമേ. ഹല്ലേലൂയ. ഒരു വീട് പണിയാനല്ല കർത്താവ്, ഒരു ഭവനം പണിയുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം പണിയാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ എല്ലാ കൃപകൾക്കായും സ്തോത്രം. യേശുവേ.